ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട അത്ഭുതങ്ങളും അടയാളങ്ങൾ ചെയ്യുന്ന കർത്താവിന്റെ അനുഗ്രഹപ്പെട്ട കരം ഇന്ന് നമ്മളെ തൊട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കൃപയെ ഓർത്ത് നദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യും. നല്ല ശക്തമേറിയ അമികാലിലെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ, ദൈവം വിടുതലയച്ച സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ, ദൈവത്തിന്റെ ശക്തമേറിയ വചനങ്ങളെ കേൾക്കുവാൻ, അവിസ്തോത്രമായ ദൂതിനെ കേൾക്കുവാനെല്ലാം ദൈവം കൃപയൊരുക്കി. നല്ല ആരാധിക്കുവാൻ ദൈവം കൃപയൊരുക്കി. ഇന്ന് സൺഡേ ദൈവം നമ്മളെ എല്ലാവരെയും കൊണ്ടുവന്നു. അതിനെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യും. ഇന്ന് വചനത്തിന്റെ പൊരുളുകൾ ഇന്ന് പകല് ദൈവം നമുക്കായി വെളിപ്പെടുത്തി തരട്ടെ. ആ വചനത്തിന്റെ പൊരുളിന്റെ ദൂതുകൾ നമ്മളെ മുന്നോട്ടുള്ള ദിവസങ്ങൾ നമുക്കൊരു അനുഗ്രഹമാക്കി തരട്ടെ. കഴിഞ്ഞ ഒരാഴ്ച മറ്റ കാലം നമ്മുടെ പോക്കിലെ വരവിലെ യാത്രയിലെ സമ്പത്ത് കാര്യങ്ങൾ, ആരോഗ്യ കാര്യങ്ങൾ, ഐസിലെല്ലാം ആര് കൂട്ടുന്നു? കർത്താവായ യേശു എനിക്ക് തുണയായിരുന്നു. എന്റെ യേശു എന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ജയാളിയായി ഇന്ന് പകല് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് നന്ദി പറയുവാൻ ഇന്ന് പകൽ എന്റെ ദൈവത്തെ കൊണ്ടുവന്ന് അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. സ്തോത്രം സ്തോത്രം സ്തോത്രം. കുടുംബത്തെ കാണുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ മജുസ് ആരാധനയ്ക്ക് കടന്നു വന്നു. ആരാധനയ്ക്കകത്ത് ഒന്നിച്ചിരുന്ന് കാലങ്ങൾക്ക് ശേഷം ഒന്നിച്ചിരുന്ന് ഒരു പായിക്കാത്തിരുന്ന് ആരാധിക്കുവാൻ ഇന്ന് പകല് ദൈവം നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. അഭിജിത്തിനെ ദൈവം കൊണ്ടുവന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. സ്തോത്രം. ക്രിസ്തിയെ കൊണ്ടുവന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഇന്നത്തെ പകലത്തെ ആരാധന നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ ഓരോ കുടുംബത്തിനും ഓരോ വ്യക്തികൾക്ക് ഇന്നത്തെ ആരാധന ഒരു സംതിങ്, ഒരു സ്പെഷ്യലായി, ഒരു സ്പെഷ്യൽ ഡേ ആയി ഇന്ന് പകല് ദൈവം മാറ്റാൻ പോകുന്ന ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവും ഇല്ല. നമ്മൾ പഴയപ്പോൾ പറഞ്ഞു, മനുഷ്യന് അസാധ്യമെങ്കിൽ ദൈവത്തിന് സാധ്യം. മനുഷ്യന് അസാധ്യമെങ്കിൽ ദൈവത്തിന് സാധ്യം. എങ്കിൽ ഞാൻ മനുഷ്യനെ അല്ല ആശ്രയിക്കുന്നത്. ആരെ ആശ്രയിക്കുന്നത്? ദൈവത്തെ. സ്തോത്രം. ഇത് കേട്ട ദൈവത്തിന്റെ വചനത്തിനകത്ത് ആദ്യം അഭിജിത്ത് പറഞ്ഞപ്പോ അതിനകത്ത് കൊടുത്ത ദൈവത്തിന്റെ വചനത്തിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവത്തോട് നിലവിളിക്കുന്നവരെ സ്തോത്രം ദൈവത്തിനെ പറയുന്നത് ലജ്ജിപ്പിക്കുവാൻ ആരും സമ്മതിക്കുന്നില്ല. നമ്മളപ്പോൾ ആരോട് ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നാലും നമ്മൾ പലപ്പോഴും സമയമാകുമ്പോഴത്തേക്കും സമയമാകുമ്പോഴത്തേക്കും ശങ്കരൻ തെരുവിലാന്ന് പറയുന്ന പോലെ സമയമാകുമ്പോൾ നമ്മൾ ഇതെല്ലാം മറന്നു. സ്വതം ഇതൊന്നും മറന്നു പോകാനുള്ളതല്ല. ഇന്ന് പകൽ ഓർക്കണം, മനുഷ്യൻ നമുക്ക് അസാധ്യമായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു, മനുഷ്യൻ അസാധ്യമായി നമുക്കെതിരെ പ്രവർത്തിച്ചെന്ന് പറഞ്ഞു. നമ്മളെ എന്ത് ചെയ്യത്തില്ല, അതൊന്നും ബാധിക്കത്തില്ല. പക്ഷെ അത് ബാധിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ വാരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവണം. കർത്താവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും. യേശുപതിനുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും. യേശുപതിനുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഈ മനുഷ്യൻ കാണിക്കുന്ന ഒന്നും നമുക്ക് എന്ത് ചെയ്തില്ല, ബാധിക്കത്തില്ല. മനുഷ്യൻ കാണിക്കുന്നതെല്ലാം ബാധിക്കുന്നതിന്റെ കാര്യം ഞാൻ കർത്താവുമായിട്ട് എന്തില്ല, കണക്ഷനില്ല. കണക്ഷനുള്ള ഒരു വ്യക്തിയാണെങ്കിൽ സ്തോത്രം ഒരിക്കലും ഞാൻ എന്ത് ചെയ്യത്തില്ല, മനുഷ്യൻ കാണിക്കുന്നതിനകത്തൊന്നും എന്ത് ചെയ്യത്തില്ല, ഭയപ്പെടത്തില്ല. ഞാൻ സ്തോത്രം കഴിഞ്ഞ ദിവസം സ്തോത്രം തങ്കമനുഷ്യനോട് സംസാരിച്ചപ്പോൾ എനിക്കൊരു കാര്യത്തിനകത്ത് ഭയങ്കര സന്തോഷം തോന്നി. ഒരു 2-3 കാര്യത്തിനകത്ത് എനിക്ക് എടുത്തു പറയാനുള്ള സന്തോഷം തോന്നിയാണ്. സ്തോത്രം. ഒന്ന്, തങ്കമനുഷ്യൻ പറഞ്ഞു, ഞാൻ പാസ്റ്ററിനെ പോലെ എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. സഭയിലെ ദൈവമക്കൾ സ്വന്തം സഭയുടെ രീതിയിൽ തന്നെ പോകാനാ ഞാൻ എപ്പോഴും സന്തോഷിക്കുന്നത്. ആ വാക്ക് എനിക്ക് സന്തോഷമുണ്ട്. അപ്പോഴ് തങ്കമനുഷ്യൻ പറഞ്ഞു, അപ്പോഴേ ഞാൻ ചോദിച്ചു, അത് എന്താ കാര്യം? പാസ്റ്ററിനെ പോലെ അവിടെ എന്തോ കാര്യം? ഞാൻ മോഹം നോക്കുന്നത് ഞാൻ പറയേണ്ട കാര്യം പറയേണ്ട കാര്യം പറയും. സ്തോത്രം. ഈ കേൾക്കുന്നവരുടെ വളരെ തങ്കമനുഷ്യൻ വചനപ്രകാരം പറയേണ്ട കാര്യം പറയും. ഇത് ശരിയല്ല, ഇത് തെറ്റാ, ഇങ്ങനല്ല ദൈവമക്കൾ ജീവിക്കേണ്ടത്, ഇങ്ങനെ പറയും. സ്തോത്രം. അപ്പോഴേ കേൾക്കുന്നവർ എടുത്തതായി പറയും. തങ്കമനുഷ്യനോട് നിനക്ക് ഇതിനെ കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യം നിനക്ക് എന്ത് വേണമെങ്കിൽ പറയാം, ഞങ്ങൾക്ക് അതേപോലെ പറയാൻ പറ്റത്തില്ല. അത് പറയുന്നതിന്റെ കാര്യം
പ്രാർത്ഥിക്കേ ഉള്ളൂ, നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഇതാണ് അവർ പറയുന്നത്. ഞങ്ങൾ കുടുംബമായിട്ട് നിൽക്കുന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് പല കാര്യങ്ങളും പേടിക്കണം, നിനക്ക് പേടിക്കേണ്ട. കർത്താവായ യേശുവിനെ യഥാർത്ഥമായി രുചിച്ചറിഞ്ഞ ഒരു ദൈവപൈതലിന്റെ സാക്ഷ്യം തങ്കമനുഷ്യന് പറഞ്ഞതാണ്. എനിക്ക് തങ്കമനുഷ്യന് നീ കുടുംബമല്ല, നീ കൂടെ ആരുണ്ടായാലും ദൈവത്തെ രുചിച്ചറിഞ്ഞ ഒരുത്തന്റെ സംസാരം പ്രവൃത്തി അങ്ങനെ കാര്യം. അവൻ ഒന്നിനെ കുറിച്ച് ഭാരപ്പെടത്തില്ല. കാര്യം അവന്റെ കൂടെ ആരുണ്ട്? യേശു. യേശു. ഞാൻ ഏറ്റവും കൂടുതൽ അതിനകത്ത് സന്തോഷിക്കുന്ന കാര്യം, ഞാൻ പെന്തക്കോസ്തുകാരനായിട്ട് ജനിച്ചു വളർന്നവനാണ്. നാലാമത്തെ തലമുറക്കാരനാണ്. 3-4 തലമുറക്കാത്തുള്ളവനാണ് ഞാൻ. സ്തോത്രം. എങ്കിലും ഞാൻ മുഖം നോക്കി പറയുന്നുണ്ട് ബന്ധുക്കളൊന്നും അടുത്താണ്. അവരോട് പറയട്ടെ, നീ എന്തോടെ എന്നെ പഠിപ്പിക്കുന്നു? ഞാൻ എന്നെ വലിപ്പം മുതൽ ഞങ്ങൾ ഇതിലാക്കാം. നീ എന്നെ പഠിപ്പിക്കാറാകും. നീ ഇന്നലെ പൊരുത്തവൻ. പക്ഷെ ഇന്നലെ പൊരുത്തോ ഇന്നലെ മെരിഞ്ഞാന്ന് പൊരുത്തോ അല്ലെങ്കിൽ അതിന്റെ തലേന്ന് പൊരുത്തോ ഒന്നും അല്ല എன்ற വിഷയം. ഇപ്പോഴെങ്ങനാന്നുള്ള വിഷയം ബൈബിൾ അതാ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ്, ഇപ്പോഴെന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രസന്റിൽ നിങ്ങൾ ആരോടൊപ്പം നിൽക്കുന്നു? അപ്പൊ എടുത്തമായി ചോദിക്കും, നിനക്ക് കുഴപ്പമില്ല. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറയുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. ദൈവം ആഗ്രഹിക്കുന്ന, ദൈവമക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അത് അങ്ങനെ പറയുന്നവരെ ആർക്ക് വേണ്ടത്? അഡ്ജസ്റ്റ്മെന്റിൽ അല്ലെങ്കിൽ ആ വള്ളത്തിൽ ചവിട്ടി ഈ വള്ളത്തിൽ നിൽക്കുന്നവരെയല്ല, ഒറ്റയടിക്ക് പോകുന്നവരെയാ ദൈവത്തിന് വേണ്ടത്. എന്നാൽ അവർക്ക് ഭയങ്കര ചങ്കുറപ്പാ. കാര്യം എന്തോ അവരോട് എന്തിനും ആരുണ്ട്? കർത്താവുണ്ട്. തന്മനുഷ്യൻ പറയുമ്പോൾ തന്മനുഷ്യനോട് തിരിച്ച് ഇങ്ങനെ മറുപടി പറയുന്നെങ്കിൽ സ്വന്തം ഞാൻ പറയുക ദൈവപൈതലെന്ന് പറഞ്ഞാൽ അതാ. ഞാനതാ പോകുന്നത്. എനിക്ക് കുടുംബമില്ലയോ, നീ കുഞ്ഞുങ്ങളില്ലയോ, എനിക്ക് നാളത്തെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കട്ടെ. ഇന്ന് പകരം ഞാൻ ഒരു കാര്യം ദൈവമക്കളെ പറയാം, എനിക്ക് വലിയൊരു വീട് എടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ആഗ്രഹിക്കുന്നില്ല വീടിന് വലിയ വീട്ടിൽ താമസിക്കണമെന്നോ അല്ലെങ്കിൽ പ്രതാപത്തോട് താമസിക്കണോ അല്ലെങ്കിൽ എന്റെ ബന്ധുക്കൾ താമസിക്കുന്നതിനായിട്ട് ഏറ്റവും വലുത് എനിക്ക് വേണമെന്നോ അല്ലെങ്കിൽ ബന്ധുക്കളോടൊപ്പം താമസിക്കണമെന്നോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വലിയ വീട്ടിൽ കിടക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ലാത്തത്. സ്തോത്രം. പിന്നെ ഒരു കാര്യത്തിനാണ് ഇപ്പൊ പിന്നെ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു 2 സീറ്റുകളും കൂടുതലായിട്ടുള്ള ഒരു വണ്ടി എടുക്കണമെന്നുണ്ട്. കാര്യം ദൈവമക്കളെ കൊണ്ടുവരാൻ തരാം ചൂടും ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റണം. അതിനുവേണ്ടി കൊണ്ടുവരാനും അതിനപ്പുറത്തോട്ട് ആഗ്രഹിക്കുന്നില്ല. അതേപോലെ എന്റെ കുഞ്ഞുങ്ങൾ ഭയങ്കര വിദ്യാഭ്യാസമുള്ളവരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അവർ ദൈവപേരേക്ക് പ്രയോജനപ്പെട്ടാൽ കർത്താവിന്റെ അഭിഷക്തരായി പുറത്തു വന്നാൽ അഭിഷേകം പ്രാപിച്ചാണ് ദൈവത്തിന് വേണ്ടി തീയായി കത്തിയാൽ മതി. ഈ യുവജനത്തിന്റെ മധ്യേ അവരെ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള തലമുറയായി തീർന്നാൽ മതി. ഇനി അവരുടെ ഉദ്ദേശത്തിൽ അവർക്ക് വലിയ മാളിക വേണമെന്നൊന്നും എനിക്കറിയത്തില്ല. അവരുടെ മനസ്സിലാക്കുന്നുണ്ടോ? പക്ഷെ നടക്കത്തില്ല. അപ്പനില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പനെനിക്ക് ആഗ്രഹമൊന്നുമില്ല. ഇതിനകത്ത് ഈ ആഡംബര ജീവിതത്തോടൊന്നും ആർക്ക് ആഗ്രഹമില്ല. ഉള്ള കാലം സന്തോഷത്തോടും കിട്ടുന്ന വെച്ച് സന്തോഷത്തോടും സ്തോത്രം. കഞ്ഞിമരമായിട്ട് കുടിച്ചാലും അതിനകത്ത് സ്തോത്രം പറഞ്ഞ് ഞാൻ കുടിച്ചു. ചിക്കൻ കാലം തിന്നാൻ പറഞ്ഞ ചിക്കൻ കാലം തിന്നാൻ അമ്മ സ്തോത്രം. ശവമാല മേടിച്ച് തിന്നാൻ പറഞ്ഞ അമ്മ മന്തി മേടിച്ച് തിന്നാൻ ആ രീതിയിൽ സ്തോത്രം. അത് കിട്ടുന്നത് വെച്ച് ഞാൻ സന്തോഷത്തോട് പോകും. അല്ലാതെ എനിക്ക് ഇന്ന് മന്തി വന്നേ പറ്റും എന്നൊന്നും ഞാൻ പ്രാർത്ഥിക്കാം. എന്റെ അവസ്ഥ അനുസരിച്ച് സന്തോഷത്തിൽ സമാധാനത്തോട് ഞാൻ പോകും. സ്തോത്രം. അതാണ് എന്റെ റൂട്ട്. അതുകൊണ്ട് ദൈവമക്കളെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒറ്റ നല്ലൊരു മനോഹരമായ ഒരു സഭാപൂർണ്ണ ദൈവം ദൂത് പറഞ്ഞിട്ടുണ്ടാകുന്ന ദൈവമക്കളെ സ്തോത്രം. നമ്മളെ ദൈവമക്കളെ ഏറ്റവും കൂടുതൽ നിങ്ങളെല്ലാം വലിയ മാളിക താമസിക്കണമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളെല്ലാം ഏറ്റവും നല്ല മാളിക, നല്ല ഭവനത്തിനകത്ത്, നല്ല വീടിനകത്ത് സ്തോത്രം. അതേപോലെ നല്ല വാഹനത്തിനകത്ത്, അതുപോലെ നല്ല ശമ്പളം മേടിക്കുന്നവരായി നല്ല രീതിയിൽ പോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാര്യം എന്തെന്ന്, എന്റെ ദൈവമക്കള് ഒരിടത്ത് ഉയരാൻ പാടില്ല, തല ഉയരാൻ പാടില്ല. സ്തോത്രം. എന്റെ ദൈവമക്കളുടെ ബന്ധുക്കളുടെ മധ്യയിലോ സ്വന്തക്കാരുടെ മധ്യയിലോ അല്ലെങ്കിൽ ചാർച്ചക്കാരുടെ മധ്യയിലോ അയൽവാസികളുടെ മധ്യയിലോ ഈ യേശുവിനെ വിളിക്കാൻ പോയിട്ട് നിനക്ക് എന്ത് കിട്ടിയെന്ന് പറയാൻ ദൈവം ഇടവരുത്. സ്തോത്രം. അതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെല്ലാം ദൈവം ചെയ്യണം, ടോപ്പിലാക്കണം. ഇതെല്ലാം എന്റെ ദൈവമക്കളാണ് എന്ന് പറയാൻ അർഹതപ്പെടുന്ന രീതിയിൽ ദൈവം നിങ്ങൾക്ക് അർഹതയോട് ദൈവം കൊണ്ടുവരണം. അതേപോലെ ആത്മീയ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഉറയ്ക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ഉറയ്ക്കണം. കർത്താവിന്റെ അടിസ്ഥാനത്തിൽ നാം ഉറയ്ക്കണം. ആ ഉറയ്ക്കുന്ന അനുസരിച്ച് ആരനുഗ്രഹിക്കും? നമ്മൾ കേട്ട ദൈവത്തിന്റെ വചനമുണ്ട്, നേരത്തെ വിളതുണ്ട്. നിലവിളിച്ചാൽ ആര് കേൾക്കും? ആരോടാ നിലവിളിക്കുന്നത്? കർത്താവിനോട് നിലവിളിക്കണമെങ്കിൽ കർത്താവ് കേൾക്കും. അയ്യോ എനിക്ക് ഇന്നത് തരണമെന്ന് കർത്താവിനോട് നീ നിലവിളിക്കണ്ട. കർത്താവ് അറിയാൻ നിനക്ക് ഇന്നത് തരണം. അതാണ് നിന്നെ ഇന്ന് നിന്ദിച്ചുകൊണ്ടിരിക്കുന്ന പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ആർക്കറിയാം? കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവിനെ അത് തരും. നീ വിശ്വസിച്ച് നിലവിളിച്ചാൽ മതി. ദൈവസ്ഥനെ നിലവിളിച്ചാൽ
സ്തോത്രം. അപ്പൊ ദൈവമക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി, ഓരോ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, തലമുറയുടെ അനുഗ്രഹത്തിന് വേണ്ടി, അവരുടെ ജോലിക്ക് വേണ്ടി, അവരുടെ അഭിഷേകത്തിന് വേണ്ടി, അവരുടെ ദൈവവേലയ്ക്ക് വേണ്ടി, പ്രയോജനപ്പെടുന്നതിന് വേണ്ടി ശക്തമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കണം. അവരെ അനുഗ്രഹപ്പെട്ടേ പറ്റും. സ്തോത്രം. പാസ്റ്ററിനെ ഇതൊന്നും താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് കിട്ടിയേ പറ്റും. സ്തോത്രം. ഒരിക്കലുമില്ല, നിങ്ങൾക്ക് അത് കിട്ടണം. കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. എനിക്ക് എന്റെ രീതി എന്ന് പറഞ്ഞ വേറെ രീതി, അതുകൊണ്ട് സ്തോത്രം. നിങ്ങൾ അതല്ല, നിങ്ങൾ ഏറ്റവും അനുഗ്രഹപ്പെടണം. ബഥേൽ ബസിൽ സെക്രട്ടറി ആര് വന്നിട്ടുണ്ട്, അവരെല്ലാം എന്ത് ചെയ്യണം? അവരുടെ ദേശത്ത്, അവരുടെ പട്ടണത്തിൽ അവർ പോകുമ്പോൾ വരുമ്പോൾ പറയണം, അവർ തന്നെ എടുത്തു പറയണം, ഇത് ബഥേൽ ബസിൽ സെക്രട്ടറി പോയപ്പോൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾ അനുഗ്രഹിച്ചു. ഞങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധം ബഥേൽ ബസിൽ സെക്രട്ടറി കളിക്കുന്നു. അത് പറഞ്ഞു ഇങ്ങനെ ജീവിച്ച ദൈവം അനുഗ്രഹിക്കണമെന്ന് ഉപദേശിച്ചു. ആ ഉപദേശം ഞങ്ങൾ കേട്ടപ്പോൾ അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തിന്റെ സന്നിധി വരുന്ന മുമ്പേ എനിക്ക് ഇതിനോടെല്ലാം ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്റെ ബന്ധുക്കളും എന്റെ സ്വന്തക്കാരും എന്റെ പ്രായത്തിലുള്ള എന്റെ ബന്ധുക്കളുള്ളവര് അവരനുഭവിക്കുന്ന നന്മകൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവരുടെ കൂടുതലായിട്ട് പോകണം. പക്ഷെ യേശുവിന്റെ സ്നേഹം ഉള്ളിനകത്ത് വന്നപ്പോൾ, ദൈവത്തിന്റെ സുവിശേഷ വേലക്കായി എന്നെ വിളിച്ചു വേർതിരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതല്ല എനിക്ക് വേണ്ടത്. ആരുടെ നാമം വേണ്ടേ? കർത്താവിന്റെ നാമം വേണ്ടേ. എനിക്ക് അവിടെ ഒരു ഭവനമുണ്ട്. ആ ഭവനം എനിക്ക് ഒരുക്കിയേ പറ്റത്തുള്ളൂ. ആ ഭവനം ഒരിക്കലും കള്ളം കേറാത്തതാ, മോഷ്ടിക്കാത്തതാ, ഇടിഞ്ഞു പോകാത്തതാ, പുഴുവടിക്കാത്തതാ, തുരുവടിക്കാത്തതാ. കാര്യം ആ ഭവനം ശാശ്വത ഭവനമാ. ഇവിടെ ഞാൻ എന്തൊക്കെ ധരിക്കുന്നു അതിനനുസരിച്ച് എനിക്ക് അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് അതിന് മാളിക അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഓർമ്മയിലല്ല ഒരു മാളിക ഒരുക്കി തരുക. ഇവിടെ നീ ഉപേക്ഷിക്കുന്ന അനുസരിച്ച് ദൈവം അവിടെ തുറക്കുന്നത്. പ്രിയ സഹോദര സഹോദരി, ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരെ നീ പറയും, ഭൂമി നന്മയിലാണ് സ്വർഗത്തിലുണ്ടോ? സ്വർഗത്തിലുണ്ടോ? സ്വർഗം ദൈവത്തിന്റെ വചനം വേർപ്പെടുത്തി വരുന്നുണ്ട്. ആ സ്വർഗത്തിന്റെ നന്മ നിരക്കുന്നതിന്റെ കുടുംബത്തിന് അനുഭവിക്കണമെങ്കിൽ ഈ ഭൂമി നീ ദൈവസന്നിധി വിശ്വസ്തനായി ജീവിക്കണം. ഞാനിങ്ങനെ പറഞ്ഞപ്പോ ഒരു പക്ഷേ ചിലർ ചോദിക്കും, ഭൂമി കഷ്ടം അനുഭവിച്ച സ്വർഗത്തിൽ കിട്ടും. അപ്പൊ ഭൂമിയിലുണ്ട്, ഭൂമിയിലും തരും, ഭൂമിയിലും തരും. ഭൂമിയിൽ ആർപ്പാട വീട് നിനക്ക് തരും, ആർപ്പാട വാഹനങ്ങൾ നിനക്ക് തരും, ആർപ്പാട വസ്ത്രം നിനക്ക് തരും, ആർപ്പാട ആഹാരം നിനക്ക് തരും, ആർപ്പാട ബന്ധങ്ങൾ നിനക്ക് തരും. പക്ഷേ ദൈവമക്കൾ ഒരു കാര്യം ചെയ്യണം. ഇതെല്ലാം തന്നാൽ ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? ഇതിനകത്ത് അടിമപ്പെട്ടു പോകരുത്. അതുകൊണ്ടാണ് ഈ സ്വർഗം വെളിപ്പെടുത്തി തരുന്നത്. അല്ലാതെ അയ്യോ ഞങ്ങൾക്ക് ഈ സ്വർഗം ഉള്ളത് കൊണ്ട് ഇവിടെ ഞങ്ങൾ ഈ ദാരിദ്ര്യം വരും. ഒരിക്കലുമില്ല. ഇവിടെ ദാരിദ്ര്യം നീ അനുഭവിക്കേണ്ട. ഇവിടെ നിനക്ക് എല്ലാം സുഖം തരും. പക്ഷേ സുഖം തരുമ്പോൾ, നന്മ തരുമ്പോൾ, അനുഗ്രഹം തരുമ്പോൾ നീ അതിന്റെ പിന്നാലെ പോലെ അനുഗ്രഹം തന്നവന്റെ പിന്നാലെ പോകണം. അതാണ് ഇത് ഇന്ന് പകൽ വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിന് തോന്നുന്നത്. എന്തുവാ? ആരുടെ പിന്നാലെ പോവാം? യേശുവിന്റെ പിന്നാലെ പോവാം. ഈ അനുഗ്രഹത്തെ തരാനുണ്ടെങ്കിൽ, ഈ നന്മകളെ തരുവാനുണ്ടെങ്കിൽ, ഈ വിടുതലുകളെ തരാൻ പറ്റുമെങ്കിൽ എന്റെ യേശുവിനെ ഇനി എനിക്ക് തരാൻ പറ്റും. പക്ഷേ എനിക്ക് ഇതിന്റെ പിന്നാലെയല്ല പോകുന്നത്, ഈ വിടുതൽ തരുന്ന യേശുവിന്റെ പിന്നാലെ. ആ കാഴ്ചപ്പാടിൽ പോകുന്നവൻ എത്ര സമ്പത്ത് കൂടിയാലും എത്ര നന്മ കൂടിയാലും ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അവരും അവന്റെ തലമുറയും അതിനകത്ത് നിഗളിക്കത്തില്ല. നിഗളിക്കാൻ പാടില്ല. ദൈവജനം എന്ത് ചെയ്യാൻ പാടില്ല? അഹങ്കരിക്കാൻ പാടില്ല, നിഗളിക്കാൻ പാടില്ല. എനിക്ക് തന്നെ ഞാൻ ദൈവത്തോട് പറയുമ്പോൾ എനിക്ക് വലുതാക്കൊന്നും വേണ്ട. കാര്യം എന്തുവാ? നിഗളിയായി പോകും. നിഗളിയാവാതെ താഴ്മയോട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അപ്പൊ നിഗളിക്കാൻ പാടില്ല. യാക്കോബ് ലേഖനം എടുത്ത് 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ ഒന്ന് വായിക്കും. നിങ്ങളുടെ ഉള്ളത്തിനകത്ത് ശണ്ഠയും കലഹവും എവിടുന്നു? അടുത്തത് സ്തോത്രം. എവിടുന്ന നിങ്ങളെ ഉള്ളത്തിനകത്തൂന്ന് ഈ ശണ്ഠയും കലഹവും എല്ലാം ഉണ്ടാവുന്നത്? നിങ്ങളെ ശരീരത്തിനകത്തുള്ള ചില അവയവത്തിൽ എന്തുവാ? ചില മനസ്സ്, ചില പ്രവൃത്തി, ചില ചിന്തകൾ,
ഇന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. അവനവന്റെ പ്രവൃത്തിക്ക് തക്കതായ മറുപടി ആര് തരത്തുള്ളൂ? അവനവന്റെ പ്രവൃത്തിക്ക് തക്കതായ മറുപടിയെ ആര് തരത്തുള്ളൂ? കർത്താവ് തരത്തുള്ളൂ. അത് ഉറപ്പായ കാര്യമാണ്. എന്റെ പ്രവൃത്തിക്ക് അനുസരിച്ചാണ് ദൈവം എന്നെ അനുഗ്രഹിക്കുന്നത്. എന്റെ പ്രവൃത്തിക്ക് അനുസരിച്ച് അനുഗ്രഹിക്കുന്നത്. സ്വന്തം ഭൂമി തരുന്ന നന്മകളും അനുഗ്രഹങ്ങളും കണ്ടിട്ട് ഇതാ അനുഗ്രഹം എന്ന് പറയല്ലേ. ഇതിനും അപ്പുറത്തൊരു അനുഗ്രഹം വെച്ചിട്ടുണ്ട്. അത് നേടണം. അത് നേടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് കണ്ട് ഞാൻ നിഗളിക്കാൻ പാടില്ല. ഈ ഭൂമി തരുന്ന കണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? നിഗളിക്കാൻ പാടില്ല. സ്വന്തം ഭൂമി കണ്ട സ്വത്തുകൾ കിട്ടുമ്പോഴും വാഹനം കിട്ടുമ്പോഴും സ്വന്തം വസ്ത്രം ഇടുമ്പോഴും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? നിഗളിക്കാൻ പാടില്ല. നിഗളിക്കാൻ പാടില്ല. സ്തോത്രം. ഒരിക്കലും നിഗളം എന്റെ ഉള്ളത്തിനകത്ത് എന്ത് ചെയ്യല്ലേ? വരാൻ പാടില്ല. വരാൻ പാടില്ല. ഈ നിഗളം കൊണ്ടുവരുന്ന ആരാ? പിശാച. ചിലവർക്ക് ഭൂമിയിലെ നന്മകളും അനുഗ്രഹങ്ങളും കൊടുക്കുമ്പോൾ അവർക്ക് അർഹതപ്പെടാത്ത അവരുടെ ജീവിതത്തിനകത്ത് കൊടുക്കുമ്പോൾ അർഹതപ്പെടാത്ത തരുന്നവരാണ് നമ്മുടെ കർത്താവ്. ഒന്ന് തിരിച്ചറിയണം. അർഹതപ്പെടാത്തത് നമ്മുടെ ജീവിതത്തിനകത്തേക്ക് ദൈവം നമുക്ക് തരുമ്പോൾ നമ്മുടെ ഉള്ളത്തിനകത്ത് എന്ത് വരും? ആ പിശാചിനെ പിടിച്ചോണം. ഇന്ന് യാക്കോബിന്റെ ലേഖനത്തിനകത്ത് 4-ാം അധ്യായത്തിനകത്ത് വിളിച്ചു പറയുന്നതാ എന്തുവാ? നിന്റെ അവയവത്തിൽ നിന്ന്, നിന്റെ ശരീരത്തിന്റെ പുറത്തുള്ള അവയവത്തിൽ നിന്ന്, നിന്റെ മോഹത്തിൽ നിന്ന്, ചിന്തകളിൽ നിന്ന് ഈ പാപത്തിലേക്ക് ആര് കൊണ്ടുപോകുന്നത്? പിശാച് കൊണ്ടുപോകുന്നത്. സ്തോത്രം. അതുകൊണ്ട് കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ചില അനുഗ്രഹം തരാത്തത്, ചില പെട്ടെന്ന് ചില അനുഗ്രഹവും ചില വാർത്തകളും ദൂതുകളും എല്ലാം കർത്താവ് തരാത്തതിന്റെ കാര്യം എന്തുവാണ്? നമ്മളിത് ഒരുക്കിയിട്ട് തരുന്നതിന്റെ കാര്യമല്ല. ഒരുക്കിയിട്ട് തരുന്നത് കാര്യം ഇത് ദൈവം തന്നു കഴിഞ്ഞാൽ ചാടിപ്പോ വീണു എന്ന് പറഞ്ഞാൽ നമ്മളാട്ടെ ഒരുപാട് നമ്മളാട്ടെ ശ്രേഷ്ഠരായ ഒരുപാട് പേര് വീണു പോയതാണ്. വീണ് പോയെടുത്തുന്ന നമ്മൾ എഴുന്നേറ്റ് വന്നത്. അതേപോലെ ഒരുപാട് പേര് വീഴാതെ അവസാനം വരെ ഓടി വരുന്നു. അവരുടെ പേര് വചനത്തിനകത്ത് എഴുതപ്പെട്ടു. ദൈവത്തിന്റെ അവരുടെ പേര് വചനത്തിനകത്ത് എഴുതപ്പെട്ടു. അബ്രഹാമിന്റെ ശ്രേഷ്ഠന്മാരുണ്ട്. പക്ഷെ അബ്രഹാമിന്റെ പേര് എഴുതപ്പെട്ടു. കാര്യം എന്തുവാ? അബ്രഹാം പിതാവിന് എത്ര സ്വത്ത് കൊടുത്താലും, എത്ര നന്മ കൊടുത്താലും, എത്ര അനുഗ്രഹം കൊടുത്താലും അബ്രഹാം പിതാവ് ഒരിക്കലും അതിന്റെ പിന്നാലെ പോയിട്ടില്ല. ദൈവമേ എനിക്ക് എന്താ പേരോട് തരാം അതൊന്നും ചോദിക്കത്തില്ല. അബ്രഹാം പിതാവ് എപ്പോഴും എന്ത് ചെയ്യണം? ഓരോ രാജ്യത്തിൽ ചെല്ലുമ്പോ ഓരോ രാജാക്കന്മാർ അബ്രഹാമിനോട് പറഞ്ഞു ഇന്ന സ്ഥലമോ ഇന്ന സ്ഥലം എനിക്ക് വിലക്ക് വേണമെന്ന് പറയുമ്പോൾ പറയുന്നത് എന്തുവാ? നീ അങ്ങ് എടുത്തു, നീ ഒന്നും തരണ്ട. അബ്രഹാം പിതാവ് പറയും വേണ്ട, എനിക്ക് ഔദാര്യമൊന്നും വേണ്ട. കാര്യം എന്തുവാ? ദൈവം നമുക്ക് എനിക്ക് കൊണ്ട് തരാം. സ്തോത്രം. അബ്രഹാം ഒരിടത്തും എന്ത് ചെയ്യുന്നില്ല? കരം കൈ നീട്ടാൻ ആരും സമ്മതിക്കുന്നില്ല. ദൈവം സമ്മതിക്കുന്നില്ല. എന്റെ പകലോർത്തോ ദൈവമക്കളെ, എന്റെ കൈ ഒരാളോട് നീട്ടാൻ ഇടവരുത്താത്ത രീതിയിൽ എന്റെ കരത്തെ ദൈവം അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നപ്പ, ദൈവത്തെ സ്തുതിക്കുന്നപ്പ. ഒരുപാട് ഒരാളോട് എന്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞിട്ട്, എന്റെ പ്രയാസങ്ങൾ പറഞ്ഞിട്ട്, എന്റെ സങ്കടങ്ങൾ പറഞ്ഞിട്ട് എന്റെ കൈ നീട്ടാൻ ഇടവരുത്താത്ത രീതിയിൽ എന്റെ സ്വർഗത്തിലെ ദൈവം എന്നെ അനുഗ്രഹിച്ച് കൊണ്ടുപോകുന്ന ദൈവത്തെ പുറയോർത്ത് നന്ദി പറയുന്നപ്പ. എന്റെ തലമുറ ഇന്ന് കൈ നീട്ടേണ്ട പല അവസ്ഥകൾ വന്നിട്ട് കൈ നീട്ടാൻ എന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്റെ തലമുറ വായ്പ കൊടുക്കുന്ന ലെവലിലേക്ക്, വായ്പ മേടിക്കുന്നവനല്ല, വായ്പ കൊടുക്കുന്ന രീതിയിലേക്ക് എന്റെ തലമുറ അനുഗ്രഹിക്കണമേ. വായ്പ മേടിക്കാനല്ല, ഞാനും എന്റെ ഭാവികളെ എന്റെ കുടുംബം വായ്പ മേടിച്ചൊരു കാലമുണ്ട്. പക്ഷെ വായ്പ തിരിച്ചു കൊടുക്കാൻ ദൈവം കരുണ നൽകി. വായ്പ കൊടുത്തു. പക്ഷെ എന്റെ തലമുറ ഒരിക്കലും വായ്പ മേടിക്കാൻ വരട്ടെ, വായ്പ കൊടുക്കുന്നവരായി തീരട്ടെ. ആ രീതിയിലേക്ക് എന്റെ കുടുംബത്തെ സമൃദ്ധിയോടെ അനുഗ്രഹിക്കണം. വായ്പ മേടിച്ചപ്പോ നമ്മൾ താഴ്മയുണ്ടായിരുന്നു. വായ്പ എല്ലാം കൊടുത്തു തീർത്തപ്പോൾ ദൈവം എല്ലാം വിഷയങ്ങൾ മാറ്റി. നമ്മുടെ തലമുറയ്ക്ക് വായ്പ കൊടുക്കുന്ന രീതി ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മൾ പ്രാർത്ഥിച്ചു. അപ്പോഴും നമ്മൾ ഒരു കാര്യത്തോട് അതിനോട് പ്രസ് ചെയ്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, ഒരു അഹംഭാവം എന്റെ കുടുംബത്തിനകത്ത് വരലേ. ഞാൻ വായ്പ മേടിക്കേണ്ട അവസ്ഥയിൽ ദൈവത്തോട് എങ്ങനെ താഴ്ത്തി ഏൽപ്പിച്ചു, അതേപോലെ വായ്പ കൊടുക്കുന്ന സമയത്ത് അതേപോലെ താഴ്ത്തി ഏൽപ്പിച്ച് എന്റെ ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം ജീവിക്കുവാൻ എനിക്ക് എന്റെ തലമുറയ്ക്ക് കഴിയണം. അതിനാൽ ദൈവം എന്റെ പേര് അത്ഭുതം ചെയ്യട്ടെ. ദൈവം ചെയ്യും, അത്ഭുതം ചെയ്യും, അത്ഭുതം ചെയ്യും, അത്ഭുതം ചെയ്യും. സ്തോത്രം. ഇന്ന് പല ദൈവജനത്തിന് ദൈവം കൊടുത്തിട്ട് കൊടുത്തു കഴിയുമ്പോൾ
പിന്നെ അവർ നിഗളിയാവും. ആ നിഗളിയാവാൻ പാടില്ലെന്ന് ശക്തമായിട്ട് പറയുന്നു. ഈ നിഗളം കൊണ്ടുവരുന്ന എന്തുവാ? നമ്മളെ പുറത്തുള്ള ചില അവയവങ്ങൾ, മനസ്സ്, സ്വന്തം ചിന്തകൾ, കൺമോഹം, ജഡമോഹം, സ്വന്തമായ കാത്, കേൾക്കുന്നത്, സംസാരിക്കുന്നത്, അങ്ങനെ ജഡത്തിലുള്ള ചില മോഹങ്ങളാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്? നമ്മളെ ഭാവം ചെയ്യിപ്പിക്കുന്നത്. നമ്മളിപ്പോ മാന്യമായിട്ട് ജീവിച്ചു. തൊട്ടപ്പുറത്തെ വീട്ടില് ഒരു 20 ലക്ഷം രൂപയുടെ വണ്ടി പോയി. നമ്മളിപ്പോ 10 ലക്ഷം രൂപയുടെ വണ്ടി കയറാൻ പറ്റും. തൊട്ടപ്പുറത്ത് 20 ലക്ഷം രൂപയുടെ വണ്ടി. നമ്മളൊന്ന് ആ വണ്ടിയെല്ലാം പോയി നോക്കി. അതാണ് അതുവരെ ഓക്കെ, അതുവരെ ഓക്കെയാണ്. അതിനപ്പുറത്ത് ചിലപ്പോൾ 20ന്റെ വണ്ടി അല്ല നിങ്ങൾ തരാൻ വരും, 30ന്റെ വണ്ടി തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. പക്ഷെ നിന്റെ മനസ്സ് എവിടെ നിൽക്കണം? അവന് 20 ലക്ഷം രൂപയ്ക്ക് ആ വണ്ടി കൊടുത്തതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ദൈവമേ, ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. ആ കുടുംബം അങ്ങനെല്ലാം ബാക്കി എത്ര പേരുണ്ട്. സ്തോത്രം. ഈ പ്രാർത്ഥനയാണ് ദൈവമക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന ദൈവമക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ പ്രാർത്ഥനയാണ്. ദൈവമേ, അവന് 20 ലക്ഷം രൂപയുടെ വണ്ടി കൊടുത്തതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹമാണ്. സ്തോത്രം. എനിക്ക് ദൈവം തന്ന വണ്ടി ഓർത്ത് ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഒരാളെ വണ്ടി കൊടുക്കുമ്പോൾ നമുക്ക് തന്ന വണ്ടി ഓർത്ത്, അല്ലെങ്കിൽ നമുക്ക് തന്ന ഭവനത്തെ ഓർത്ത്, നമുക്ക് തന്ന വസ്ത്രത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ഞാൻ പറഞ്ഞില്ല ദൈവമക്കളെ, ഞാൻ സ്തോത്രം എല്ലാ ആഡംബരത്തോടെ ആർപ്പാടോടെ ജനിച്ചു വളർന്നു. അതിലാണ് ഞാൻ ജീവിച്ചു വളർന്നു. പക്ഷെ ദൈവത്തെ അറിയാൻ തുടങ്ങിയപ്പോൾ ഞാൻ വട്ടപൂജ്യമാണ്. ഈ കാര്യം എന്റെ കുടുംബവും ബന്ധവും സ്വന്തവും എല്ലാം ഞാൻ വിട്ട് ആരുടെ പിന്നാലെ പോയി. കർത്താവ് പറയുന്നത് കേട്ട് വെള്ള ഷർട്ട് മേടിക്കാൻ പൈസ, ഷർട്ട് സൂക്ഷയ്ക്ക് ഇറങ്ങിയപ്പോ എന്തില്ല, ഷർട്ട് കളർ ഷർട്ട് ഇട്ടുണ്ടോ പ്രസംഗിക്കുന്നു. സ്വന്തം ചിലവരുടെ ധാരണ എന്തുവാ? ഈ മീറ്റിങ്ങിന് വിളിക്കുന്ന ധാരണ എന്തുവാ? ഇയാൾ അഹങ്കാരിയായിട്ട് ഇന്നധികം മക്കളെ ഇല്ലാത്തതുകൊണ്ടാണ്. സ്തോത്രം. പോക്കറ്റ് കൈയിടുங்க. പോക്കറ്റ് കൈയിടുമ്പോ എന്തുവാ? പോക്കറ്റിന് അകത്തില്ല, അകത്തെല്ലാം തീരിപ്പോയതാ. പുറത്ത് പോക്കറ്റ് നല്ല സ്ട്രെങ്ങായിട്ട് പാല, അകത്തെല്ലാം ദ്രവിച്ച് തീരിപ്പോയതാ. സ്തോത്രം. ചൊറിയാനല്ല നല്ല സുഖം. സ്തോത്രം. അതല്ലാതെ വേറെ ഒന്നിനും കുറവ്. സ്തോത്രം. അതുകൊണ്ട് പോക്കറ്റ് ഒരു സാധനം എടുത്ത് എല്ലാം ഒരു ബാഗിനകത്ത് വെക്ക്. കാര്യം എന്തോ? പോക്കറ്റ് ഇല്ല. കർത്താവിന്റെ വേല ഇറങ്ങിപ്പോയിട്ട് ഇതെല്ലാം ഇഷ്ടംപോലുള്ള എല്ലാ രീതിയിൽ അവൻ ആർപ്പാടത്തോട് ജീവിച്ചെടുത്തുന്ന കർത്താവിന്റെ സന്നിധിയിൽ വട്ടപൂജ്യമായ കാര്യം എന്തുവാ? എല്ലാം വിട്ടപ്പോ, ബന്ധങ്ങൾ വിട്ട്, അപ്പനയാമ്മയെ വിട്ട്, സഹോദരങ്ങളെ വിട്ട്, എല്ലാം വിട്ട് ഞാൻ ദൈവസന്നിധി വന്നു. അപ്പനയാമ്മയെ വിടാമെന്ന് പറഞ്ഞ് ഞാൻ പറയുന്നു. അപ്പനയമ്മയല്ല ചില പഠനത്തിന് വീര്യതായപ്പോ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളെ എടുത്ത് പുറത്ത് കളഞ്ഞു. നമ്മൾ വട്ടപൂജ്യമായി. അവനോട് ചോദിച്ചാൽ മതി തരും. പക്ഷെ ചോദിക്കത്തില്ല. കാര്യം എന്തുവാ? അന്ന് തീരുമാനമെടുത്തു. കർത്താവിനെ കണ്ടു, കർത്താവിനെ രുചിച്ചറിയാൻ തുടങ്ങിയപ്പോൾ, കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കർത്താവിനോട് അന്നൊരു എഗ്രിമെന്റ് വെച്ച്. കാര്യം എന്തുവാ? ഇനിയുള്ള എന്റെ എല്ലാ കാര്യം നോക്കിക്കോണം. ഇനിയുള്ള എല്ലാ കാര്യങ്ങളും കർത്താവെ നോക്കിക്കോണം. ഇനി കർത്താവ് പറയുന്ന ഏത് പ്രൊട്ടക്ഷൻ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അത് കഷ്ടമായാലും, അത് മരണമായാലും, അത് സുഖമായാലും, സന്തോഷമായാലും, നിന്നയായാലും, പരിഹാസമായാലും അതേക്കെ ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണ്. പക്ഷേ എന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആരും നോക്കിക്കോണം. ആ അവസ്ഥയെന്ന് സ്തോത്രം, ആ അവസ്ഥ എന്റെ ജീവിതത്തിൽ മറക്കാത്തതുകൊണ്ടാണ് ഇന്നും ദൈവം ഇഷ്ടം പോലെ ഡ്രസ്സ് തന്നാലും അതിനകത്തൊന്നും അല്ല കൂടുതൽ ഭ്രമം വരും. കാര്യം എന്തുവാ? ഏത് അവസ്ഥയാണ് ആര് കൊണ്ടുവന്നത്? നമ്മൾ കുറെ കാലം അനുഭവിച്ചു, പ്രതികൂലങ്ങൾ അനുഭവിച്ചു. സ്തോത്രം. പ്രതികൂലങ്ങൾ അനുഭവിച്ചു. എന്റെ കൂടെ ഉള്ള ദൈവദാസന്മാരെല്ലാം ഓരോരുത്തർ പോയി ഓരോന്ന് പർച്ചേസ് ചെയ്യുമ്പോഴും, ഓരോ സ്ഥലങ്ങളിൽ പോയി പർച്ചേസ് ചെയ്യുമ്പോഴും ബാബാസ്റ്റർമാരെ വിളിക്കുമ്പോഴും നമ്മൾ കേൾക്കുന്നില്ല. അപ്പൊ അവരുടെ എന്തെങ്കിലും ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നതൊന്നും പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ചെറിയത് പുള്ളി വലിയെടുത്താണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറയും, ഞാൻ ഈ കടയിൽ നിന്നല്ല മേടിക്കുന്നത്, വേറെ കടയിൽ മേടിക്കേണ്ടേ ഇല്ല. അവരോട് പറയാൻ പറ്റും ഇല്ലെന്ന് പറയാൻ പറ്റും, അവരോട് പറയാൻ പറ്റും ഇല്ലെന്ന് പറയാൻ പറ്റും. ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് പാസ്റ്റർമാരാ പോകുന്നത്, ചർച്ച ബോർഡിന്റെ ഗ്രൂപ്പായിട്ട് പലയിടത്തും പോകുമ്പോഴ് ഇവർ ഓരോരുത്തർ കാര്യം ഓരോന്ന് പർച്ചേസ് ചെയ്യുമ്പോഴും ഞാൻ പറയും ഇല്ല. കാര്യം എന്തുവാ? എനിക്ക് കിട്ടിയിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീട്ടിൽ ചെലവില്ല. അപ്പോഴാണ് ഞാൻ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് എടുത്തതായി പോയി, ഇയാള് നിങ്ങളൊന്നും ഇങ്ങനത്തെ ഉള്ള അടുത്ത് വരത്തില്ല, ഞങ്ങൾ ഈ കൊച്ചുകളെല്ലാം പർച്ചേസ് ചെയ്യും.
ഞാൻ ഓർക്കും കർത്താവ് ഫുട്പാത്തിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ടയറാണ്. സ്തോത്രം. ഇട്ട ഡ്രസ്സ് ഉണ്ടല്ലോ, ഇട്ട ഡ്രസ്സ് കഴുകി ടൈറ്റിൽ ചെയ്തുകൊണ്ട് വിൽക്കുന്നുണ്ട്, അവരെ മേടിക്കാൻ ഞാൻ തയ്യാറാണ്. സ്തോത്രം. ഇന്ത്യക്കാരന്മാർ പോയി മേടിക്കാൻ നിൽക്കുന്നിടത്ത് എനിക്ക് പോയി മേടിക്കാൻ തയ്യാറാണ്. പൈസ പക്ഷെ കിട്ടട്ടെ. ആ അവസ്ഥയിലാണ് ദൈവം സ്തോത്രം ഹല്ലേലൂയ ഏറ്റവും ഹല്ലേലൂയ അനുഗ്രഹപ്പെട്ട ഡ്രസ്സുകൾ ദൈവം മേടിക്കാൻ ഭാഗ്യം നൽകി. അതിന് ദൈവത്തെ സ്തുതിച്ച ദൈവം. അതുകൊണ്ട് എനിക്ക് എന്തുവാ, എത്ര ഡ്രസ്സ് വന്നാലും എത്ര ഇത് വന്നാലും ഇതിനകത്തൊന്നും ഞാൻ എന്ത് ചെയ്തില്ല, അടിമയാവുന്നില്ല. കാര്യം ഒന്നുമില്ലാത്തതൊന്നും ആരും കൊണ്ടുവന്നത് എന്റെ ദൈവം കൊടുക്കുന്നത്. നാളെ ഇതെല്ലാം കളഞ്ഞിട്ട് വീണ്ടും ആ പഴയപടി പോകണമെന്ന് പറഞ്ഞാൽ പോവാൻ ഞാൻ തയ്യാറാണ്. സ്തോത്രം. ഏത് സുഖത്തിൽ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കഞ്ഞി കുടിക്കുമ്പോൾ ഞാൻ സ്തോത്രം പറയും. ചിക്കൻ ബിരിയാണി വരുമ്പോഴും സ്തോത്രം പറയും. സ്തോത്രം. ഇനി എന്ത് കഴിച്ചാലും അതിനനുസരിച്ച് ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ദൈവം തരുന്ന അനുസരിച്ച് ഞാൻ തൃപ്തനാണ്. അന്നെന്നുള്ളത് മതി, അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്നെന്നുള്ളത് മതി. സ്തോത്രം. അന്നെന്നുള്ളതിന് ഞാൻ തൃപ്തിപ്പെടാൻ തയ്യാറാണ്. ദൈവം അതിലേക്ക് ഒരുക്കാനേ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും സ്തോത്രം ഹല്ലേലൂയ അത് കഴിഞ്ഞിട്ട് ആ പീരീഡ് എല്ലാം കഴിഞ്ഞപ്പോൾ അവർക്ക് ഇതെല്ലാം തിരിച്ചറിയപ്പോൾ ഒന്നും ദൈവം ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. ദൈവം ധാരാളം അവർക്ക് അതിന്റെ വില അറിയത്തില്ല. സ്തോത്രം. പക്ഷെ നമുക്കറിയുന്ന വില അറിയാം. നമ്മൾ എവിടുന്ന് അവർക്ക് സുഹൃതയ്ക്കറിയാം. സുഹൃത്ത് കൂടെ ഇറങ്ങി തിരിച്ച സുഹൃതയ്ക്കറിയാം. സ്തോത്രം. ഏതെല്ലാം രീതിയിലുള്ള കഷ്ടപ്പാടുകളിൽ നാം വന്നേന്നത് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നറിയാം. അതുകൊണ്ട് എന്ത് വന്നാലും ഞങ്ങൾക്ക് അതിനോട് ചെയ്തില്ല. സ്തോത്രം. അതിനകത്ത് മോഹിക്കത്തില്ല. നമ്മള് മറ്റൊരുവരെ കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കാം. കാര്യം അങ്ങനെ സ്തുതിക്കാൻ തുടങ്ങുന്നുണ്ടോ ദൈവം നമുക്ക് വേണ്ടി. ഇന്ന് അപ്പുറത്തൊരാൾക്ക് വണ്ടി കൊടുക്കുമ്പോഴും നമ്മൾ പോയി സ്തോത്രം ചെയ്ത് സ്തുതിച്ച് എല്ലാം വീട്ടിൽ വന്നിട്ട് സ്തോത്രം നമുക്ക് ഇല്ല വണ്ടിയില്ല. ഞാൻ അങ്ങനെ സ്തോത്രം ചെയ്ത് എനിക്കെന്താ കിട്ടാതെ എന്ന് ചിന്തിക്കല്ലേ. സ്തോത്രം. എനിക്ക് സമയമാകുമ്പോൾ ദൈവം തന്നാൽ, എന്റെ സമയമാകുമ്പോൾ തന്നാൽ, എന്റെ തലമുറയുടെ സമയമാകുമ്പോൾ തന്നാൽ മതി, എന്റെ കുടുംബത്തിന്റെ സമയമാകുമ്പോൾ തന്നാൽ മതി. ആ കാഴ്ചപ്പാടിനാണ് താല്പര്യം. ഇന്ന് പല അനുഗ്രഹത്തിന് തടസ്സമാവുന്നത് നമ്മളെ നിഗമമാണ്, നമ്മളെ അത്യാഗ്രഹമാണ്. ഇതെല്ലാം നമ്മുടെ ഉള്ളത്തിനകത്ത് കിടപ്പുണ്ട്. കുശുമ്പ്, അസൂയ, ഇതെല്ലാം അങ്ങ് മാറണം. ദൈവം എനിക്ക് വിധിച്ചത് തന്നാൽ മതി. സ്തോത്രം. ദൈവം എനിക്ക് തരുന്നത് തന്നാൽ മതി, അത് അന്ന് മതി. സ്തോത്രം. അല്ലാതെ എന്റെ ഇഷ്ടപ്രകാരം എനിക്ക് ദൈവം തരണം. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം തന്നാൽ മതി. കാര്യം ഞാൻ കർത്താവിനെ രുചിച്ചറിഞ്ഞു മുതൽ, കർത്താവിന്റെ സന്നി വന്നപ്പോ മുതൽ പിന്നെ ആരാ എന്നെ കുറിച്ച് കരുതേണ്ടത്? സ്തോത്രം. ഞാനൊരു കാര്യം ദൈവമക്കളെ, നിങ്ങൾ 20 ലക്ഷം രൂപയുടെ വണ്ടിക്ക് വേണ്ടി സ്തുതിച്ച് സ്തോത്രം ചെയ്ത് വന്നാൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ വിളിച്ചു പറയാം 30 ലക്ഷം രൂപയുടെ വണ്ടി നിങ്ങൾ ചെയ്തു. പക്ഷെ നിങ്ങളുടെ മനസ്സ് അത്രയ്ക്ക് എന്ത് ചെയ്യണം? നിർമ്മലതമായ ദൈവത്താൽ അനുഗ്രഹപ്പെട്ട മനസ്സായിരിക്കണം. എങ്കിൽ ദൈവം നിശ്ചയമായി തരും. ഇല്ലയോ? ഇന്ന് പേരൻസ് എല്ലാം, ഇന്ന് മാതാപിതാക്കളെല്ലാം പിള്ളേരുടെ വിദ്യാഭ്യാസത്തെ ചൊല്ലി മത്സരം. അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞും ഇപ്പുറത്തെ വീട്ടിലെ കുഞ്ഞുമായിട്ടെല്ലാം കമ്പയർ ചെയ്യും. സ്വന്തക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കമ്പയർ ചെയ്യും. അല്ലയോ? ആ മത്സരങ്ങളാണ് പലപ്പോഴും നടക്കുന്നത്. അതെല്ലാം അറിയണമെങ്കിൽ പേരൻസ് മീറ്റിംഗിൽ പോയിരിക്കണം. പേരൻസ് മീറ്റിംഗിൽ ഇരിക്കുമ്പോഴായി മാതാപിതാക്കളെല്ലാം മത്സരങ്ങൾ കാണുന്നത്, മത്സര ബുദ്ധികൾ കാണുന്നത്. സ്തോത്രം. എന്റെ കുഞ്ഞിന്റെ ദൈവം ഇത്രയും കഴിവുകയും കൊടുത്തതിനെ ഓർത്തല്ല സ്തോത്രം ചെയ്തു. ഇത്ര എന്തിനാ ബാക്കിയോട് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ? സ്തോത്രം. ഇല്ലയോ? ഞാൻ ഒരു കാര്യത്തിനകത്ത് സന്തോഷിക്കുക. നന്ദയെ കുറിച്ചല്ല എപ്പോഴും ദൈവത്തെ ഓർത്ത് സ്തോത്രം ചെയ്യും. നന്ദയിലെ ഈ സ്തോത്രം നമ്മുടെ നാട്ടിൽ പഠിച്ചിട്ട് പെട്ടെന്ന് ഗൾഫിലേക്ക് ചെന്നപ്പോൾ അതിനെ ഒന്ന് റിക്കവറി ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഒന്ന് നേരിട്ട് മുന്നോട്ട് വരാൻ പാടാണ്. പക്ഷെ കണ്ണുനീരിന്റെ ഫലമായി ആ കുഞ്ഞുങ്ങളെല്ലാം ഇപ്പൊ ആ സ്കൂളിലെ ടോപ്പിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. കഴിവ് ദൈവം കൊടുക്കാൻ തുടങ്ങി. ഇല്ലയോ? അധ്യാപകരെ പറയാൻ തുടങ്ങി. മറ്റേ അധ്യാപകർ ഫോൺ ചെയ്യുമ്പോൾ ഒരു പേടിയായിരുന്നു, എന്തോ സംസാരിക്കുന്നു, എന്തോ ആയിരിക്കും പറയുന്നത്. പക്ഷെ ഇന്ന് അധ്യാപകരെ വിളിച്ചാൽ സന്തോഷത്തോടെ എടുക്കും. കാര്യം എന്തുവാ? ആ കുഞ്ഞിനെ അത്രയ്ക്ക് മാറ്റം. എൻ്റെ അമ്മയുടെ പ്രശ്നമല്ല, ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളും അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞു. ഇവിടെ എത്ര നീ പഠിക്കുന്ന കുഞ്ഞുങ്ങളായാലും അവിടോട്ട് ചെല്ലുമ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇച്ചിരി പാടാം. ഇല്ലയോ? പാടാം. പക്ഷെ ദൈവം വാർത്തത്വം പറഞ്ഞത് എന്തുവാ? അവരെ രണ്ടുപേരെ അവിടെ കൊണ്ടുപോകും. കുടുംബമായിട്ട് അവർ ജീവിക്കും. അപ്പൊ ഒരുപാട് ജീവിക്കുന്നെങ്കിൽ അവിടുത്തെ വിദ്യാഭ്യാസത്തിലേക്കും അവരുടെ കുഞ്ഞുങ്ങളെ മാറ്റുമെന്ന് ദൈവം പറഞ്ഞാൽ ആ ദൂതനകത്തുണ്ടോ? അത് ആക്കി തന്നു. ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ സന്തോഷിക്കുന്നുണ്ടോ? ഈ സന്തോഷമല്ല, ഇതിൽ ഇരട്ടി സന്തോഷമാകും എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ദൈവം തൃപ്തിപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചോ, ദൈവം പറയുക ഇതിൽ ഇരട്ടി സന്തോഷത്തിലേക്ക് ആരും മാറ്റും. ദൈവം മാറ്റും. ദൈവം അയച്ച ദൂത, ആ ദൂതനി കംപ്ലീറ്റ് കിടക്കുക, ബാലൻസ് കിടക്കുക, ആ ദൂതനെ നിവർത്തിയാക്കാൻ കിടക്കുക. ഇനി അത് ബാക്കിയുള്ളത് എന്ത്?
എനിക്ക് കുഞ്ഞുങ്ങളെ രണ്ടുപേരെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം എന്തുവാ? എല്ലാത്തിനും അവരുടെ അടുക്കും ചിട്ടയുള്ളവരായി. ഇപ്പം തന്നെ അവരുടെ സംസാരത്തിനകത്ത് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അടുക്കും ചിട്ടയും വന്നു. എന്നാൽ അവര് ഇവിടെ താമസിച്ച പോലുള്ള സാന്ദ്രത്തിലോ ഇവിടെ താമസിച്ച പോലുള്ളതൊന്നുമല്ല, ഒരുപാട് പരിധി. ഗൾഫിൽ നിന്നെല്ലാം പോയി പഠിക്കുന്നു, ഗൾഫിൽ പോയി ജീവിക്കുന്നതെന്നെല്ലാം കൂട്ടുമ്പോൾ ചിലവരെ ചിന്ത എന്ന് പറയാം, അവിടെ അങ്ങ് രാജകൊട്ടാരത്തിൽ കിടക്കുക. സ്തോത്രം ആലപിയ. അവിടെ കടല മാത്രം എടുത്ത് കഴിക്കുക. പച്ച മീൻ കണ്ടേണ്ട ദിവസങ്ങളായി പല ഫുഡിനകത്ത് ലിമിറ്റ് വെച്ച് കഴിക്കുക. സ്തോത്രം. നാട്ടിലുള്ളവർക്ക് കാണുമ്പോൾ അവരെ ഇത് സ്കൂള് വിട്ടാൽ അവിടെ തന്നെ റൂമിനകത്ത് കയറിക്കോണം. റൂമിന് പുറത്തു പോകാൻ പറ്റത്തില്ല. അപ്പുറത്തെ ഫ്ലാറ്റിൽ പോകാൻ പറ്റില്ല, ഇപ്പോഴത്തെ ഫ്ലാറ്റിൽ പറ്റാൻ പറ്റില്ല. ഞെരുക്കത്തിൽ ജീവിക്കുക. ഇടയ്ക്കിടയ്ക്ക് റോഡിൽ കൂടെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിലെല്ലാം കൊണ്ടുപോകുമ്പോൾ സന്തോഷമേ ഉള്ളൂ കുഞ്ഞുങ്ങൾക്ക്. സ്തോത്രം. ആ കുഞ്ഞുങ്ങൾ അതിലാ പഠിക്കുന്നത്. നമ്മളെ ഞാൻ ഓർക്കുമ്പോ ഒരു സഹോദരന്റെ കാര്യം പറയുക. പുള്ളി കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. ഇവിടെ എന്തുവാ ലാവിശ. എന്നിട്ട് പുള്ളി പറയുന്നത് വേണ്ട, എന്റെ ഭാര്യ മൂന്ന് വലിയ അവര് ജീവിച്ചോട്ടു, ഞാൻ കഷ്ടപ്പെട്ടാലും അവരെ ജീവിച്ചോട്ടു. പക്ഷേ പുള്ളിക്കാരെ എല്ലാം കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോ പട്ടിയുടെ വിലയാവും. ഭാര്യ ഭർത്താവിന്റെ വിലയൊന്നുമല്ല, ഭർത്താവ് നേരെ തിരിഞ്ഞു പോയി. സ്തോത്രം. പട്ട കഷ്ടപ്പെട്ട് വന്നിട്ട് ഇവിടെ വന്നു കഴിയുമ്പോ പുള്ളിക്കാരൻ എന്തുവാ? പുള്ളി ഇവിടുത്തെ ഭാര്യയായി, ഭാര്യ ഭർത്താവ്. ഗതികേട് കാണുമോ? ഓരോരുത്തരെ ഗതികേട് കാണുമോ? എട്ടിപ്പോകും. ഞാൻ നോക്കിയപ്പോ ഭാര്യ വണ്ടി കൊണ്ട് നിർത്തിയേക്കോ. സ്തോത്രം. ഭർത്താവ് സ്തോത്രം വളരെ വണ്ടിയുടെ സീറ്റിൽ ഇരിപ്പുണ്ട്. എന്തു സൗകര്യം ഇവിടെ ഇരിക്കുന്നത് ചോദിച്ചോ പറയാ. സ്തോത്രം. അവിടോട്ട് പോയി. ഭാര്യ എവിടോട്ട് പോയി. സ്തോത്രം. ഭാര്യ കണ്ടിട്ട് ഇറങ്ങി വന്ന് സ്തോത്രം എവിടെ പോയി? അതെന്റെ കൂട്ടുകാരനെ കാണാൻ പോയി. സ്തോത്രം. ഇങ്ങനെ കുറെ കൂട്ടുകാരികളുമായി ഇന്നിപ്പോ വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നു. കഷ്ടപ്പെട്ട് കടല മാത്രം കഴിച്ച് മോരിൽ കുടിച്ചു കഴിഞ്ഞ ഭർത്താവ് മണ്ണനും ഇവരെല്ലാം വിളിച്ചുപോയി. ഓരോ കുടുംബ ജീവിതത്തിന്റെ കാര്യമാണ് പറയുന്നത്, തകർച്ചയുടെ കാര്യമാണ്. സമ്പത്ത്, അവരനുഭവിക്കുന്ന കഷ്ട, അവരനുഭവിക്കുന്ന ചൂട്, അവരനുഭവിക്കുന്ന തണുപ്പാണെങ്കിൽ തണുപ്പ്, ചൂടാണെങ്കിൽ ചൂട്. ഇന്നിവിടെ കേരളത്തിനകത്ത് ഏറ്റവും മനോഹരമായ സന്തോഷമുള്ള കാലാവസ്ഥയെ അനുഭവിക്കുന്ന നമുക്ക് കാലാവസ്ഥ ഒന്ന് കുറച്ചു മാറിയപ്പോൾ തന്നെ നമ്മളിപ്പോ പെട്ടോട്ട് പോകും ഇല്ലയോ? ഇച്ചിരി ഒന്ന് മഴയും ഇച്ചിരി ഒന്ന് വെയിലും കൂടിയാൽ നമ്മൾ നട്ടോട്ട് പോകും. പക്ഷെ അവിടെ അതല്ല. കാലം കൊണ്ട് വർഷങ്ങൾ കൊണ്ട് സ്വന്തം ഗൾഫ് രാജ്യത്തിനകത്ത് ചൂട് കൂടിയ ചൂടാ, തണുപ്പ് കൂടിയ തണുപ്പ. ഈ വെയിലത്തിനകത്ത് ചൂടത്തിനകത്ത് കിടന്ന് ജോലി ചെയ്യുന്നവർ, സ്വന്തം അവരുടെ പോക്ക് വരവ്, അവരുടെ യാത്ര, ഈ കുഞ്ഞുങ്ങളെ പഠിത്തം, കുഞ്ഞുങ്ങളെ അതിരാവിലെ എഴുന്നേറ്റ് പോക്ക്, ഇതിനകത്ത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന മാതാപിതാക്കൾ, അവരെല്ലാം അനുഭവിക്കുന്ന വേദനയുടെ ഒരു അനുഭവം പോലും ആരനുഭവിക്കുന്നില്ല. നമ്മൾ അനുഭവിക്കുന്നില്ല. ചില ഭാര്യയും ഭർത്താവും സ്വന്തമാകലെ ഗൾഫിലാന്നേ ഉള്ളൂ, അവർ നാട്ടിലുള്ള പോലെ. കാര്യം എന്തുവാ? ഭാര്യ നൈറ്റ് വരുമ്പോൾ ഇദ്ദേഹം ഇദ്ദേഹം ഭാര്യ ദയ വരുമ്പോൾ ഇദ്ദേഹം നയിക്കും. സ്തോത്രം. എന്നൊക്കെ അവര് കാഴ്ച പോലും കുറവാണ്. ആ കഷ്ടപ്പാടിൽ നിന്ന് അവർ നാട്ടിലെല്ലാം വരുമ്പോഴേ അമികാല സ്തോത്രം 10 രൂപയുടെ സ്ക്വയർ അടിച്ചിട്ട് വരുമ്പോൾ നമ്മൾ ഇവര് സുഖിച്ച് ജീവിക്കുക. സ്തോത്രം. സമ്പത്ത് കാണും, ശമ്പളം കാണും, പക്ഷെ ആ സമ്പത്ത് അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അനുഭവിക്കേണ്ട രീതിയിൽ എത്തിക്കാൻ പറ്റുന്നില്ല. അവരനുഭവിക്കേണ്ട രീതിയിൽ ഗൾഫിൽ അവർ അനുഭവിക്കാൻ നിന്നാൽ നാട്ടിലേക്ക് ഒന്നും അയച്ചു കൊടുക്കാൻ കാണത്തില്ല, നാട്ടിലേക്ക് ഒന്നും സമ്പാദിക്കാൻ കാണത്തില്ല. സ്തോത്രം. ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞ് അവരെന്നാൽ ഞാനൊന്ന് ഗൾഫ് രീതിയിൽ ഒന്ന് ജീവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെന്ത് ഒറ്റ കൂലി വാങ്ങിക്കും. അതിൽ സഹിച്ചുകൊണ്ടാണ് പലരും അവർ പോകുന്നത്. അവരവിടെ 1-2 മാസം വരുമ്പോഴേ ഞാൻ പറയുന്നത് ലാവിഷായിക്കോളും. നാട്ടിൽ വരുമ്പോൾ ഫുൾ ലാവിഷായിക്കോളും. എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതെല്ലാം തീർത്തോളും. സ്തോത്രം. സ്തോത്രം. അത് ദൈവം കൊണ്ടുവന്നിരിക്കുന്ന ആ ഭാഗ്യം തന്നിരിക്കുന്നത് തീർത്തോ, അനുഭവിച്ചോ. നമുക്ക് വചനത്തിലുള്ള വാക്യം വായിക്കാം. നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. കണ്ടോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. മോഹിച്ചിട്ട് എന്തിക്കുന്നില്ല? പ്രാപിക്കുന്നില്ല. കർത്താവ് പറയുക, കർത്താവിന്റെ നാമത്തിൽ നിലവിളിക്കുന്നത് മോഹിക്കുന്ന മുമ്പേ തരാൻ ആര് ശക്തനാണ്? കർത്താവ് ശക്തനാണ്. അപ്പോഴും വചനം പറയുക, നിങ്ങൾ മോഹിച്ചിട്ടൊന്നും പ്രാപിക്കുന്നില്ല. കാര്യം നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള ചില അവയവങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തെടുക്കുക? പാപത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറ്റി എവിടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക? പാപത്തിലേക്ക് കൊണ്ടുപോയിരിക്കുക. ആ പാപമോഹമാണ് ഇന്ന് നിങ്ങളുടെ ഉള്ളത്തിനകത്ത് കിടക്കുന്നത്. ആ പാപമോഹം നിങ്ങളുടെ ഉള്ളത്തിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കാൻ പറ്റും.
ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ഞാൻ അതുകൊണ്ട് നേരത്തെ പറഞ്ഞത്, കാരണം നമ്മൾ പറയേണ്ട കാര്യം മുഖത്ത് നോക്കി പറഞ്ഞു. അവർക്ക് കൊണ്ടാക്കിയൊന്നും അല്ല. ഞാൻ ജീവിക്കുന്നതില്ല, എന്റെ ജീവിതം ഇല്ല. കാര്യം എന്തോ, എന്റെ ഉള്ളിലിരിക്കുന്ന യേശു എനിക്ക് ഇതാ പഠിപ്പിച്ചത്. ഞാൻ ആരുടെ റെപ്രസെന്റീവാ? യേശുവിന്റെ റെപ്രസെന്റീവ്. എനിക്ക് ഒറ്റ കാര്യമില്ല, എവിടെ ചെന്നാലും എനിക്ക് ആരെ ഉയർത്താനാണ് എന്നെ ദൈവം വിളിച്ചിരുന്നത്? എന്റെ കർത്താവിനെ വിളിച്ചേക്കോ, ഉയർത്താൻ കർത്താവിനെ വിളിച്ചേക്കോ. എന്റെ കർത്താവിനെ ഉയർത്താനാണ് വിളിച്ചത്. എന്നെ കർത്താവ് വിളിച്ചേക്കോ. കർത്താവ് കൂടെ ഉണ്ട്. ആരെല്ലാം കൈവിട്ടാലും ആര് കൂടെ ഉണ്ട്? നമുക്കെല്ലാം ഭയം ഉള്ളി കിടക്കുന്ന എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ, ആവശ്യം വന്ന കർത്താവുണ്ട്. ആവശ്യം വന്ന കർത്താവുണ്ട്. ആദ്യം ചിന്തിക്കുക, അയ്യോ നമ്മളെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ സ്വന്തക്കാരെയോ കൂട്ടുകാരെയോ എല്ലാം വെറുപ്പിച്ച എങ്ങനെയാ? നീ ആരെയും വെറുപ്പിക്കണ്ട. നീ ദൈവവചന പ്രകാരം മുറുകി പിടിച്ച് ജീവിച്ച നിനക്ക് സമയമാകുമ്പോൾ ആരും ഒരുക്കി തരും? കർത്താവ് ഒരുക്കി തരും. നിന്റെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും ഉപരിയായിട്ടുള്ള രീതിയുള്ള സ്നേഹമുള്ളവരെ ആരും ഒരുക്കി തരും? കർത്താവ് ഒരുക്കി തരും. അത് പത്രോസ് കർത്താവിനോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഈ ഭൂമിയിലുള്ളതെല്ലാം വിട്ട് സകലതും വിട്ട് നിന്റെ പിന്നാലെ വന്ന് നീ ഞങ്ങൾക്ക് എന്താ തരുന്നത്? കർത്താവ് 100 മടങ്ങോട് കഷ്ടതയോട് 100 മടങ്ങോട് ദൈവത്തിന്റെ നന്മ തരും. അപ്പൊ ഭൂമി കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, എങ്കിലും എല്ലാം നന്മ ആര് തരും? ദൈവത്തിന്. ഒന്നിനും എന്ത് ചെയ്യത്തില്ല, കുറയ്ക്കത്തില്ല. അയ്യോ ഞാൻ കർത്താവിന്റെ സന്നിധി വന്നോണ്ട് എനിക്ക് ഇന്നതാ, എനിക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടത്തില്ല, ഒന്നുമില്ല. ദൈവം എല്ലാം നന്മയാണ് അനുഗ്രഹിക്കുന്നത്. നല്ല നല്ല ബന്ധങ്ങളെ ദൈവം തരും, അനുഗ്രഹപ്പെട്ട സമാധാനം ദൈവം തരും, സംസത തരും, സന്തോഷം തരും. പക്ഷെ നമ്മൾ ആരെ മുൻതൂക്കം കൊടുക്കാവൂ? കർത്താവിനെ മുൻതൂക്കം കൊടുക്കാം. കർത്താവ് എത്ര നന്മയെ അനുഗ്രഹം തരുവാൻ ദൈവശക്തനാണ്. ഒന്നിനും കർത്താവ് കുറവ് വരുത്തില്ല, ദൈവം തരും. സ്തോത്രം. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ ഇങ്ങനെ പാർശ്വ പോലെ കർത്താവ് യേശുവിന്റെ അടുത്ത് സ്തോത്രം ഒരാൾ ചെന്നിട്ട് പറയും, കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ ചെന്നിട്ട് പറയും, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് കാഴ്ച. കർത്താവ് അവരെ വേർവിട്ട് കൊണ്ടുപോയി പ്രാർത്ഥിക്കും. കർത്താവ് ആ സ്പോട്ടിൽ വെച്ച് പ്രാർത്ഥിച്ച് അന്തരെ സൗഖ്യമാക്കിയിട്ടുണ്ട്, ചെളി പുരട്ടി സൗഖ്യമാക്കിയിട്ടുണ്ട്. ഒരുപാട് സൗഖ്യങ്ങള് അന്തന്മാർക്ക് ദൈവം കൊടുത്ത ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. സ്തോത്രം. എങ്കിലും ഈ മനുഷ്യനെ എന്ത് ചെയ്യുക? കർത്താവ് വേർവിട്ട് കൊണ്ടുപോയിട്ട് കർത്താവ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് കർത്താവ് പറഞ്ഞു, കണ്ണു തുറന്ന് നോക്കാം. അപ്പൊ അവൻ പറഞ്ഞു, എനിക്ക് വൃക്ഷങ്ങളെ പോലെ മനുഷ്യരെ കാണാൻ പറ്റും, തല കീഴിലായിട്ട് കാണാൻ. ഓർക്കുക, കർത്താവ് യേശുവിനെ തൊട്ടാൽ മതി സൗഖ്യമാണ്. കർത്താവ് യേശുവിനെ തൊട്ടാൽ സൗഖ്യമാണ്. അത്ഭുതമാണ്. പല അത്ഭുതങ്ങൾ നമ്മൾ കേട്ടു. കാഴ്ചയില്ലാത്ത അന്ധനായ മനുഷ്യനെ സൗഖ്യമാക്കുന്ന ഒരുപാട് അത്ഭുതങ്ങൾ ദൈവവചനത്തിനകത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ മനുഷ്യന് കർത്താവ് വാർച്ച വഴിയും പറയുക, മനുഷ്യനെ അല്ല എന്തുകൊണ്ടോ മരമായിട്ട് കാണുക, തല കീഴുക. കർത്താവ് കയറിവിട്ട് പിന്നെയും കർത്താവ് ഒന്ന് തൊട്ട് ഒറ്റ പ്രാർത്ഥന വർഷിച്ചിട്ടുണ്ട്, എനിക്ക് നോക്കാം. അവൻ പറഞ്ഞു, വ്യക്തമായിട്ട് കാണും. പ്രാർത്ഥിക്കാനിരിക്കുന്നവന്റെ മൈൻഡാണ് ചിലത് വിടുതലിന്റെ അത്ഭുതത്തിന്റെ അത്ഭുതം പറയുന്നത്. ചിലവർക്ക് ദൈവത്തിനോട് ശോധന കൊടുത്തിട്ട് എഴുതുള്ളൂ, എങ്കിലേ അതിന്റെ ഭാരം പ്രയാസം തീരത്തുള്ളൂ, അവൻ മനസ്സിലാവുള്ളൂ. പ്രാർത്ഥിച്ച് അവനെ ബലപ്പെടുത്താൻ, അല്ലാതെ അവനെ ഉപേക്ഷിച്ചിട്ടില്ല. സ്തോത്രം. തൃശ്ശൂര് എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്. ഒരു അടുത്ത സുഹൃത്ത് അവരുടെ വീട്ടിൽ എന്നെ വിളിച്ചു, ഭവനത്തിൽ വിളിച്ചു. ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയാണ് വിളിച്ചു. അത് കാണാൻ വേണ്ടിയാണ് ഞാനും. അവന്റെ പിതാവിനെ കാണാൻ വേണ്ടിയായിരുന്നു പോകുന്നത്. ആ പിതാവിന് നടക്കുന്ന ഒരു അത്ഭുതം കാണാൻ വേണ്ടിയായിരുന്നു. ഞാൻ ഇരുന്നു. ഞങ്ങൾ അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അവൻ വന്ന് അവന്റെ അമ്മയോട് പറഞ്ഞു, പപ്പയെ വിളിക്കും, പപ്പയെ കാണാൻ പ്രാർത്ഥന. ഈ മനുഷ്യൻ റൂമിൽ നിന്ന് കൊണ്ടുവന്നു, എന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നു. ഞാൻ അന്നൊരു കാര്യം മനസ്സിലാക്കി, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ഈ വചനം പ്രസംഗിക്കുമ്പോൾ, വചനം എടുക്കുമ്പോഴെല്ലാം എനിക്ക് ആ ചിന്ത വരും, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ഈ പിതാവ് എന്റെ ഫ്രണ്ടിൽ വന്നിരുന്നു, പിടിച്ചുകൊണ്ടുണ്ടാക്കി. ഈ പിതാവിന് കാഴ്ച, ഒരു മങ്ങിയ രീതിയിൽ ഈ വൃക്ഷം കാണുന്ന പോലെ അവനോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്ത് മുന്നോട്ട് വെച്ചപ്പോൾ എന്ന് പറഞ്ഞു, മനുഷ്യനെ വൃക്ഷം പോലെ ഇരിക്കുന്നു, തലകീഴായിരിക്കുന്നതായിട്ട്. ഈ പിതാവിന് മങ്ങിയ ഒരു ഇതുണ്ട്, ആരോ ഫ്രണ്ടിൽ വന്നിരിക്കുന്നു എന്നല്ലാതെ
സ്തോത്രം എത്ര പേരെന്ന് ചോദിച്ചാൽ ഇത് മങ്ങിയ ഒരു ചെറിയൊരു ഷെയ്ഡ് കാണുന്നതല്ല, നെഗറ്റീവ് ഷെയ്ഡായിട്ട് കാണുന്ന പോലെ. ഈ നെഗറ്റീവ് ഫിലിം എല്ലാം കാണുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്, അതേപോലെ പുള്ളിക്ക് അറിയാം. അവൻ ബൈബിൾ എടുത്ത് പുള്ളിയുടെ അപ്പൊ എന്റെ കയ്യിൽ നിന്ന് ബൈബിളാണ് മേടിച്ചു. സ്ഥിരം ബൈബിളും അല്ല, എന്റെ ഇരിക്കുന്ന ബൈബിളാണ്. അവൻ അവിടെ പറഞ്ഞു, സ്തോത്രം പക്ഷെ ഭാഷ ഇഷ്ടമുള്ള ഭാഗം ഒന്ന് വായിക്കണം. ഞാൻ ഒത്തിരി കണ്ണു കാണാത്ത മനുഷ്യന് ഞാൻ ഇഷ്ടം ഈ പുള്ളികളെ കാണാതെ പഠിച്ചു തോന്നുന്നു. ഭാഷ ഇഷ്ടമുള്ള സ്തോത്രം എനിക്കൊന്ന് വെളിപ്പാട് ഭാഗം എന്നർത്ഥം. പുള്ളി ഞാൻ കൂളായിട്ട് എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാഴ്ചയോ കൂളായിട്ട് ആ ഭാഗം വായിച്ചു. ഗീതയെ സാക്ഷ്യം പറഞ്ഞപ്പോഴാണ് എനിക്കത് പെട്ടെന്ന് സിദ്ധം. അടുത്ത വാക്യം പറഞ്ഞു, അടുത്ത സ്തോത്രം പഴയ നിയമത്തിനകത്തൊന്നും പുതിയ നിയമത്തിനകത്തൊന്നും സങ്കീർത്തനകത്തൊന്നും എല്ലാം പറയുന്ന അധ്യായം എല്ലാം പുള്ളി കൂളായിട്ട് വായിച്ചു. എനിക്കപ്പോൾ കൂടുതലായിട്ട് പുള്ളിയെ അറിയുവാൻ താല്പര്യമായി. ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് അച്ഛനെ സാക്ഷ്യം. പുള്ളി പറഞ്ഞു, എൻ്റെ ഭാര്യയാണ് ആദ്യം ദൈവത്തെ അറിയുന്നത്. ഞങ്ങൾ സമുദായക്കാരാണ്, പള്ളിക്കാരാണ്, ബന്ധുക്കോസുകാരെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. ആദ്യം എൻ്റെ ഭാര്യയാണ് ദൈവത്തെ അറിയുന്നത്. ഭാര്യ അറിയുന്നതിന്റെ കാരണം വീടിനകത്ത് സമാധാനം. ഇദ്ദേഹം മദ്യപിച്ചിട്ട് വരും, അവരെ തല്ലും. ഈ തല്ലും മദ്യപ സ്തോത്രം എന്നും അമികാലിൽ തല്ലും ബഹളമെല്ലാം ആയപ്പോൾ സ്തോത്രം അവരെവിടോ പെന്തിക്കോസ്തിന്റെ ഒരു പ്രാർത്ഥന അവരെ കേട്ടു. അപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് പോയാൽ എനിക്കൊരു വിടുതലുണ്ടാകും എന്ന് കേട്ട് അവർ ദിവസേന വന്നു. അതിന് സഭയിൽ പോയതില്ല. പുള്ളിക്കാരൻ തല്ലിയ പോലെ സ്തോത്രം ചട്ടുകളെല്ലാം പഠിപ്പിച്ച് വെച്ചതിന്റെ പാടെല്ലാം ഉണ്ട്. അമ്മാവയുടെ മുതൽ അമ്മാവയ്ക്ക് 3 ആമക്കളാണ്. കൊന്നു. ഞാൻ ആദ്യം പോയത് എന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറാനും എന്റെ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ കർത്താവിനെ. പക്ഷെ ഞാൻ കർത്താവിനെ അറിഞ്ഞപ്പോൾ ഭർത്താവിന്റെ മദ്യപാനം മാറുന്നതോ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുന്നതൊന്നും എന്റെ വിഷയമല്ല. എനിക്ക് എന്റെ യേശുവായിട്ട് നിന്നാൽ മതി. സാക്ഷി കേൾക്കണം, അമ്മാവരുടെ സാക്ഷി. എന്തോ എനിക്ക് എന്റെ യേശുവായിട്ട് നിന്നാൽ മതി. ഞാൻ ആദ്യം ചെന്നത് എന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറാനും എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി കാര്യങ്ങൾ റെഡിയാവാനും അല്ലെങ്കിൽ എന്റെ കുടുംബത്തിനകത്ത് ദൈവം നൽകുന്ന വരുമാനം കറക്റ്റായിട്ട് എന്റെ കുടുംബത്തിനകത്ത് വരാനും സമാധാനം ലഭിക്കുവാനുമാണെങ്കിൽ ഞാൻ യേശുവിനെ അങ്ങോട്ട് കുറച്ച് ദിവസം കൊണ്ടുപോയി ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തെ അങ്ങോട്ട് വസ്തുപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ, ആ ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ദൈവത്തിന്റെ മണവാട്ടിയാണ് തീരുമാനം എടുക്കാൻ തുടങ്ങിയപ്പോൾ, ആത്മാഭിഷേകം എന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഭർത്താവിന് വിടുതൽ കൊടുക്കുന്നതോ ഭർത്താവ് വാത്സാന്തരപ്പെടുന്നതോ മക്കൾ വാത്സാന്തരപ്പെടുന്നതോ മക്കൾ എന്റെ കൂടെ വരുന്നതോ എന്റെ വിഷയമല്ല. എനിക്ക് യേശുവിനെ മണവാട്ടിയാണോ. ഞാനിവിടെ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ നിങ്ങളോട് പറയാറുണ്ട്, നമ്മൾ ആരാണ്, നമ്മളാണ് രുചിച്ചറിയും. യേശുവിനെ രുചിച്ചറിയും. യേശുവിനെ രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീരില്ല. ഒരു ശക്തിക്ക് പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. ആദ്യം നമ്മൾ എന്തെന്ന് രുചിച്ചറിയേ. യേശു ഞാനുമായിട്ടുള്ള ബന്ധം രുചിച്ചറിയ. അവിടെ നീ എന്ത് ഭാരം കൊണ്ടുവന്നാലും പ്രയാസം കൊണ്ടുവന്നാലും കഷ്ടം കൊണ്ടുവന്നാലും ഒന്നിലും വീഴത്തില്ല. കാര്യം അതിനപ്പുറത്തെ ഞാൻ ദൈവമായിട്ടുള്ള ബന്ധം അതെനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ആ രീതിയിൽ ആ ദൈവം ഞാനുമായിട്ടുള്ള ബന്ധം അനുഭവിക്കുന്നത് എനിക്ക് പറഞ്ഞു തരാനൊന്നും പറ്റത്തില്ല. അതിനെല്ലാം അപ്പുറമാ എനിക്ക് വർണ്ണിക്കാൻ പറ്റത്തില്ല. എന്റെ ചിന്തകൾക്കാരൊന്നും കൊള്ളത്തില്ല. അതിനപ്പുറമാ ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ വിടുതൽ. യേശുവിനെ തിരിച്ചറിഞ്ഞവരെ മാത്രമേ അത് പറയുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെ
കുടുംബത്തെയും അനുഗ്രഹിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ തലമുറ അനുഗ്രഹിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ ഭവനത്തെ ദേശത്ത് അനുഗ്രഹിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തിക്കും ആ ദൂതിനെ തടയാൻ പറ്റത്തില്ല. കാര്യം യേശുവ പറഞ്ഞേക്കുന്നത് ആ ദൂത് നിശ്ചയമായി ആ ദൂത് എനിക്ക് അനുഭവിക്കാം. അമ്മാമ്മ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, അല്ലാതെ ആദ്യം അമ്മാമ്മ പറഞ്ഞു ആദ്യത്തെ ഒരു മാസം പാത്രം ഒത്തും എന്റെ ഭർത്താവിന് മാനസാന്തരം കൊടുക്കണേ, എന്റെ ഭർത്താവിന് വിടുതൽ കൊടുക്കണേ, എന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറണേന്നായിരുന്നു ഞാൻ പാർശ്വപ്പെടുന്നത്. എന്റെ മക്കള് 3 പേരും ദിവസം വരണമെന്നായിരുന്നു പാർശ്വപ്പെടുന്നത്. പക്ഷേ ഞാൻ യേശുവിനെ അറിഞ്ഞ് അങ്ങോട്ട് അടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അതൊന്നും അല്ല വിഷയം. എനിക്ക് എന്റെ യേശുവായിട്ട് അടുത്താൽ മതി. എനിക്ക് എന്റെ യേശുവായിട്ട് അടുത്താൽ മതി. അതിനപ്പുറം ഒരു സമാധാനം വേറെ ഇല്ല, സന്തോഷമില്ല. അതിനപ്പുറത്ത് വേറെ ടൂർ പോക്കില്ല. അതിനപ്പുറത്ത് വേറെ എന്തൊക്കെ കാണിച്ചാലും എനിക്ക് വേണ്ട. എനിക്ക് എന്റെ യേശു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, യേശുവിനെ രുചിച്ചറിയണം. അറിഞ്ഞവൻ പിന്നെ ഒരിക്കലും എന്ത് ചെയ്തില്ല, ഭയപ്പെടത്തില്ല. എന്തും എവിടെയും വിളിച്ചു പറയും, ധൈര്യത്തോട് പറയും. സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചു. സ്തോത്രം. അപ്പോഴേ അമ്മാമ്മ പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസം കഴിയുമ്പോൾ അമ്മാമ്മ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. അതിന്റെ അമ്മമ്മയെ ബക്കറ്റ് വെള്ളം വെച്ചിട്ട് അമ്മമ്മയെ മുക്കിക്കൊല്ലാൻ നോക്കി. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഈ കുഞ്ഞുങ്ങളെ നിലവിളി കൊണ്ട് നാട്ടുകാർ ഓടി വന്നു. സ്തോത്രം. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പക്ക ക്രിമിനല്ല. സ്തോത്രം. അല്ലാത്തവൻ വേറും പാവം. സ്തോത്രം. വലിയാത്തൊരു പൈശാചിക ശക്തിയാണ് പിന്നെ പുള്ളിയുടെ മേൽ. അമ്മാമ്മ പോയി. അമ്മാമ്മ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അമ്മാമ്മ രുചിച്ചറിയപ്പോ ഏറ്റവും ഇളയ മുമ്പ് അമ്മാമ്മയുടെ കൂടെ. സ്തോത്രം. കുറച്ച് കഴിയുമ്പം സ്തോത്രം മൂത്തവും പിന്നെ വരാത്തവൻ രണ്ടാമത്തെ ഇടയ്ക്കത്തുള്ളവരും അപ്പനും അവരാ. സ്തോത്രം. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇടയ്ക്കത്തുള്ളവർ അപ്പം പോകുന്നില്ല. സ്തോത്രം. 3 പേരുടെ കല്യാണം നടന്നു. എന്നിട്ടും ആര് വന്നില്ല? അപ്പം വന്നില്ല. അപ്പനും പണിയെ പോകും. സ്തോത്രം. അപ്പൊ പലരും ചോദിച്ചു, നിങ്ങൾ വന്നിട്ട് നിങ്ങൾ അപ്പനെ മാറ്റാൻ ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് യേശുവിനെ അറിയുന്നുണ്ട്, ഞങ്ങൾക്ക് സമാധാനമുണ്ട്. നിങ്ങളെ വീട്ടിൽ എപ്പോഴും ചീത്തവിളിയാണല്ലോ. ആ ചീത്തവിളി അവിടെ നടക്കും. ഞങ്ങൾ സമാധാനത്തോടെ ഞങ്ങൾക്ക് ഒന്നിനും കുറവില്ല. അത് ഞങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. നിന്റെ അപ്പൻ ഭയങ്കര ചീത്ത അയാൾ വിളിച്ചോണ്ട്. അപ്പൊ വീടിനകത്തൊരു വട്ടം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഇതൊന്നുമല്ല ഞങ്ങളെ വിഷയം. സ്തോത്രം. പിള്ളേർക്ക് പാടാനുള്ള കഴിവ്, സ്തോത്രം, പ്രസംഗിക്കാനുള്ള കഴിവ്, ശക്തമായിട്ടുള്ള കൃപയോട് പിള്ളേർ മുന്നിൽ വന്നു. പിള്ളേർ സ്ട്രോങ് ആയിട്ട് മുന്നിൽ വന്നു. സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് സ്തോത്രം അവർക്ക് അപ്പോഴേ വർഷങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും അമ്മാമ്മയ്ക്ക് ഒരു പരാതിയില്ല. സ്തോത്രം. അമ്മാമ്മ പറഞ്ഞു, സ്തോത്രം, ഒരു ദിവസം അമ്മാമ്മ പാർച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം പറഞ്ഞു, ഇങ്ങനൊരു പാർട്ടി ദൈവത്തിന് ഇയാളെ വേണം. ദൈവത്തിന് ഇയാളെ വേണം എന്ത് ചെയ്ത് ഞങ്ങൾക്ക് വേണമെന്നില്ലേ? ദൈവത്തിന് വേണമെങ്കിൽ തോന്നും. അല്ല, ഞങ്ങൾ ആഗ്രഹിച്ച് നീ കരഞ്ഞ പാർട്ടിനെ നിർത്തി ദൈവത്തിന് വേണമെങ്കിൽ തോന്നും. ഇങ്ങനെ പ്രാർത്ഥിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ആക്സിഡന്റ്. ആ ആക്സിഡന്റിൽ പുള്ളിക്കാരൻ ചില ദിവസങ്ങളിൽ കണ്ണുനീരും പ്രാർത്ഥനയായിട്ട് പാസ്റ്റർ വന്ന് സഭയിൽ വന്ന് പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കും. അപ്പൊ പാസ്റ്റർ കയറും. ഇത് കാര്യം കാഴ്ചയില്ല, കേട്ടേ പറ്റും. സ്തോത്രം. അപ്പുറത്ത് ബാത്റൂമിൽ കൊണ്ടുപോകണമെങ്കിൽ പെണ്ണുങ്ങൾ വേണം, അല്ലെങ്കിൽ ആര് വേണം? മക്കൾ വേണം. അപ്പോഴ് പാസ്റ്റർ വരുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തുറത്തില്ല. സ്തോത്രം. അപ്പോഴും നീ പുള്ളി എല്ലാം കേൾക്കാൻ തയ്യാറായി. പുള്ളിക്ക് മലയാളിയുടെ പരിപാടി ഒന്നും നടക്കത്തില്ലെന്ന് മനസ്സിലായി. പുള്ളി സലന്റായി. സ്തോത്രം. പുള്ളി ചില ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു, ചില സൂക്ഷ്യങ്ങൾ കേട്ടു, എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു 3-4 മാസം ഇങ്ങനെ പുള്ളി അങ്ങ് പോയി. 3-4 മാസം പോയി. 5-ാമത്തെ മാസമായപ്പോൾ പുള്ളി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സ്വന്തം. എങ്കിലും ഈ 3-4 മാസം കൊണ്ടുള്ള സുശേഷം കൊണ്ടായിരിക്കാം, പ്രാർത്ഥന കൊണ്ടായിരിക്കാം പുള്ളി ദൈവത്തോട്. അമ്മമ്മ പ്രാർത്ഥിച്ച് 3-ാമത്തെ അടി കിട്ടുന്നു. സ്വന്തം അടി കിട്ടുന്നു. 4 മാസം കഴിഞ്ഞ് 5-ാം മാസമായപ്പോൾ പുള്ളിയുടെ ഉള്ളിനകത്ത് പുള്ളി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഈ ഭാര്യ എനിക്ക് കാണണ്ട, മക്കളെ എനിക്ക് കാണണ്ട, നീ എനിക്ക് കാഴ്ചയില്ല, പക്ഷെ എനിക്ക് ബൈബിളുമായിട്ട് കാഴ്ച. പുള്ളിയുടെ ചോദ്യവും ആ ആവശ്യങ്ങളെല്ലാം കേട്ട നമ്മൾ ഞെട്ടിപ്പോകും. പുള്ളിയുടെ സാക്ഷ്യം കേൾക്കണം, ഞെട്ടിപ്പോകും. പുള്ളി എടുത്തതായി പറയുക, എന്തു പറഞ്ഞു? എനിക്ക് ഇവിടെ കാണണ്ട, ഇവിടെ മക്കളെ കാണണ്ട, കൊച്ചുമക്കളെ കാണണ്ട, എനിക്ക് ആരും കാണണ്ട, പക്ഷെ അങ്ങയുടെ ബൈബിൾ
എനിക്ക് വായിച്ച് സത്യം അറിയാം. എനിക്ക് കേട്ടാൽ പോലെ പ്രസംഗം കേട്ടാൽ പോലെ എനിക്ക് വായിച്ച് സത്യം. പുള്ളി ഇത് പറഞ്ഞിട്ട് ബൈബിളെല്ലാം പിടിച്ച് കണ്ണുനീർ ഒഴുക്കി പാർശ്വത്തിൽ ബൈബിൾ തുറന്നു. ഒരു മാസം മുഴുവൻ പുള്ളി മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. നമ്മളത് എപ്പം പരിപാടി നിർത്തിയെന്ന് വെച്ചാൽ ഇനി അതൊന്നും കേൾക്കത്തില്ല, നടക്കത്തില്ല. സ്വന്തം ഡോക്ടർ പറഞ്ഞ് കാഴ്ച ചെയ്തത് ഞാൻ ഇനി കർത്താവ് എന്നാൽ ശരി ബൈബിൾ പഠിക്കണമെന്ന് പറഞ്ഞ് നടക്കില്ല. പക്ഷെ ഒരു മാസം കൂടി നിർത്താതെ പ്രാർത്ഥിച്ചു. ഭാര്യ പുള്ളിയെ കണ്ടു വെച്ചു, അമ്മാവ് വെച്ചു. അത് ഞാൻ വിശ്വാസത്തിൽ വരുന്നുണ്ടെങ്കിൽ വിശ്വാസത്തിൽ വരണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് വിശ്വാസപ്രകാരം ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ട് നിനക്കൊരു വട്ടുണ്ടോ എന്നോട് ചോദിച്ചു. എന്നാലും ഈ പ്രാർത്ഥന കേട്ടതുകൊണ്ടാണ് ചോദിച്ച വട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാം, വിശ്വാസിയായ ദൈവമക്കൾക്ക് പോലും ചിലപ്പോൾ നമ്മളെ മനസ്സിലാക്കുന്ന ആരാണ്? അതാണ് എപ്പോഴും ഓർക്കുന്നത്. കർത്താവിനോട് നമുക്ക് ഡിപ്പെൻഡ്മെന്റ്, കർത്താവിനോട് നമുക്ക് അറ്റാച്ച്മെന്റ്, കർത്താവാണ് നമ്മളെ കാര്യങ്ങൾ നടത്തിയ. വിശ്വാസി എന്ന് പറയുന്നവർക്ക് പോലും പല കാഴ്ചപ്പാടുള്ള അമ്മാവ് വെച്ചിരുന്ന വട്ടാണ്. പുള്ളി പറഞ്ഞ ഞാൻ വിശ്വാസത്തിന് വരുന്നുണ്ട് വട്ടാന്ന് ചോദിച്ചാൽ സത്യമാണ്. പക്ഷേ എനിക്ക് വട്ടല്ല, എനിക്ക് നിങ്ങളായിട്ട് എല്ലാം വിശ്വാസം ആരോടുണ്ട് കാണാമെന്ന് പറഞ്ഞു. ഒരു മാസം കൂടി പ്രാർത്ഥിച്ചു. രാവിലെ വൈകിട്ട് ഉച്ചയ്ക്കും എല്ലാം പുള്ളിക്കുന്ന സമയങ്ങളെല്ലാം ബൈബിളിൽ ചിലപ്പോൾ കെട്ടിപ്പിടിച്ചോണ്ടാ പ്രാർത്ഥിക്കും. ബൈബിളിൽ കെട്ടിപ്പിടിച്ചോണ്ടാ. ഒരു ദിവസം 12 മണിയായപ്പോൾ, രാത്രി 12 മണിയായപ്പോൾ പുള്ളി ഒരു സൂപ്പറായിട്ട് ബൈബിൾ വായിച്ചു. ഭാര്യ ചാടി എഴുന്നേറ്റ് സ്വപ്നമാണ്. എന്തുവാ ഭാര്യയ്ക്ക് അപ്പുറത്ത് പോയി മക്കളെ വിളിച്ചുകൊണ്ട് വരുന്നത്, മരുമക്കളെ വിളിച്ചുകൊണ്ട് വരുന്നത്, കൊച്ചുമക്കളെ വിളിച്ചുകൊണ്ട് വരുന്നത്. ആ സ്വപ്നം അവർക്ക് ഇത് പറഞ്ഞാൽ തീരാൻ പറ്റത്തില്ല. അവർ അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിച്ചു എങ്ങനെ കാഴ്ച കാണുന്നില്ല. പുള്ളിയോട് പറഞ്ഞു ഒരു ചെറിയ ടോർച്ച് അടിച്ചു തരുന്ന പോലെ കേട്ടാ ആ അക്ഷരത്തിന്റെ മേലെ കുടുങ്ങി. ഈ പെട്ടെന്ന് ഇങ്ങോട്ട് നോക്കി പിന്നെ കാണത്തില്ല. അതങ്ങനെ അറ്റം പോയി കഴിയുമ്പോഴേ അടുത്ത വരി വരും. ഇങ്ങനെയുള്ള കർത്താവ് ഓരോ മെറുക്കളും ഓരോ ജീവിതത്തിനകത്ത് ദൈവം ചെയ്യുമല്ലോ. അതാ മനോരമ വീക്കിൽ കൊടുത്താൽ പുള്ളി വായിക്കത്തില്ല, പത്രം കൊടുത്താൽ വായിക്കത്തില്ല. പുള്ളി പറയുക ബൈബിൾ തുറന്നാൽ പാസ്റ്റർ പറയുന്ന വാക്യം എടുത്താൽ അത് രാവിലത്തെ വരി ഇങ്ങനെ ടോർച്ച് അടിച്ച് ഇങ്ങനെ പോകും. ആരോ ടോർച്ച് അടിച്ച് തരുക അതിന് ഓരോ വാക്കിനകത്ത് ടോർച്ച് വരും. അത് കഴിയുമ്പോൾ അടുത്ത വരിയിലേക്ക്. ഇത് കേൾക്കണോ ഞാൻ പോയത് വിശ്വാസ സത്യമാണെന്ന് അധികം അറിയില്ല. ഇങ്ങനെ എത്രയോ ദൈവമക്കള് ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്രയോ ദൈവമക്കള് ഇത് അറിയാതെ പോകുന്നു. ഞാൻ പോയതുകൊണ്ടാണ് എനിക്ക് അറിയാൻ പറ്റിയ ഇളയ മോനെ ഞാനുമായിട്ട് പരിചയമുള്ളത് കൊണ്ടായിരിക്കും അത് പോകാൻ പറ്റിയത്. സ്തോത്രം. ഒരു ടീം വർക്കിന്റെ ബന്ധത്തിലാണ് അറിയപ്പെടുന്നത്. ഞാൻ അന്നാ പോയി കാണുന്നത്. സ്തോത്രം. ഞാൻ ഞെട്ടിപ്പോയി. വരുന്നവനെ അറിയത്തില്ല. പുള്ളി പറഞ്ഞു എനിക്ക് ഭാര്യയെ കാണണ്ട, മക്കളെ കാണണ്ട, കുറെ നാൾ കണ്ടത്. ഞാൻ കണ്ടപ്പോ എല്ലാവർക്കും ദ്രോഹമായി. എന്റെ കാഴ്ച മങ്ങിയപ്പോ അവർക്ക് സന്തോഷമായി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അവര് കണ്ണു തുറന്നിരുന്നപ്പോൾ പുള്ളി മദ്യപാനത്തിനും ഈ മക്കളെയും മക്കളെ മരുമക്കളെയും ഭാര്യയെ ചീത്ത വിളിക്കുകയും അഴിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ കണ്ടുപോയപ്പോൾ യേശുവിനെ കാണാൻ തുടങ്ങി. യേശുവിനെ കാണാൻ തുടങ്ങിയപ്പോൾ കുടുംബത്തിനകത്ത് സ്നേഹം വെളിപ്പെടാൻ തുടങ്ങി. അപ്പൊ ദൈവത്തിന് ഇതെല്ലാം തരാൻ ഒരു സെക്കൻഡ് മതി. ദൈവം ചിലവ് നീട്ടിക്കൊണ്ട് പോകുന്ന ദൈവത്തിന്റെ പദ്ധതി കാണും. അയ്യോ എന്തുകൊണ്ടാണ് ഇത് എന്റെ ജീവിതത്തിനകത്ത് നീട്ടുന്നത് എന്ന് പറയല്ലേ. സ്തോത്രം. ഈ മനുഷ്യന്റെ എല്ലാം ജീവിതത്തിനകത്ത് ഞെട്ടിക്കുന്ന അത്ഭുതമായിട്ട് ഏത് വിഷയത്തിന് വാസിച്ചാലും മറുപടി കൊടുത്തിരുന്നു. അവരത് കിട്ടുന്നവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മടുത്തു പോകുന്നില്ല. സ്തോത്രം. മടുത്തു പോകുന്നില്ല. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഒരു വിഷയം തന്നെ റിപ്പീറ്റ് ചെയ്ത് അവർ പ്രാർത്ഥന ചോദിക്കും. സ്തോത്രം. അയ്യോ ഞാൻ ഇത് ചെയ്യുക. സ്തോത്രം. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കും. ചെറുതായാലും വലുതായാലും റിപ്പീറ്റ് ചെയ്ത് മടുത്തു പോകാതെ പറയും. സ്തോത്രം. അപ്പോഴെന്ത് ചെയ്യും? കർത്താവ് കേൾക്കത്തില്ല. അപ്പോഴേ കർത്താവ് മറുപടി കൊടുക്കുക. അതേപോലെ പൊന്നുവിന്റെ വിഷയത്തിനകത്ത് ഞാൻ ഒരു സാക്ഷ്യം പറയാം. പൊന്നുമല്ല ഈ സ്തോത്രം ഓരോരുത്തരും അഭിജിത്ത് സ്തോത്രം അല്ലെങ്കിൽ അമിത ഇവരെല്ലാം ഓരോ കാര്യത്തിന് പോകുമ്പോഴേ എനിക്ക് തോന്നുന്നൊരു കുറെ വട്ടം ഒരു മെസ്സേജ് ഇടാറുണ്ട്. ഞങ്ങൾ ഇതിന് പോകാൻ പോവാ, ഞങ്ങൾ ഇറങ്ങി സ്തോത്രങ്ങൾ ഞങ്ങൾ കയറാൻ പോവാ. സ്തോത്രം. നമ്മളെപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അപ്പോഴും നമ്മളെ വിളിക്കുന്നത് ദൈവമേ പ്രാർത്ഥന കുറഞ്ഞു 300
പഠിക്കും, ഒന്നുകൂടി പ്രാർത്ഥിക്കായിരിക്കും. സ്തോത്രം. ഈ വിഷയത്തിന് വേണ്ടി നമ്മൾ ജാഗ്രതയോടിരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. അപ്പോഴേ അവര് ഇറങ്ങി അവിടെ സ്തോത്രം ഇറങ്ങി മറുപടി കിട്ടി. സ്തോത്രം. അല്ലെങ്കിൽ ഇറങ്ങിയിട്ട് വന്നു. സ്തോത്രം. അത് കഴിയുമ്പോഴേക്കും മറുപടി. സ്തോത്രം. അതുപോലെ പൊന്നുവിന്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്ത മെറുക്കൾ, പെട്ടെന്ന് ചെയ്ത മെറുക്കൾ ഞാൻ പറയാം. ദൈവസന്നിധി വന്നിട്ടൊന്നുമില്ല. അപ്പോ സ്തോത്രം. പൊന്നു 2-3 പ്രാർത്ഥന വിഷയത്തിനകത്ത് ദൈവം ചെയ്ത ചില മെറുക്കുകൾ ആര് കണ്ടു? അപ്പു പരിഹസിച്ചുകൊണ്ടിരുന്ന അപ്പു കണ്ടു. ഇതെങ്ങനെ സംഭവിച്ചത്? അവരോട് ശത്രുത കാണിച്ചവർക്ക് വരെ അടി ആ സെക്കൻഡിൽ കൊടുത്തു. ഉടനെ പൊന്നു പറഞ്ഞു, എന്നെ തൊട്ട സ്വന്തം സ്വന്തം പൊന്നു എന്റെ അടുത്ത് 2-3 വിളിച്ചത്. സ്തോത്രം. ഞാൻ പറഞ്ഞു 2-3 വിഷയം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ തൊട്ട ഇനി വീഴുക, എന്നെ ബ്ലോക്ക് ചെയ്യല്ലേ. സ്തോത്രം. കഴിഞ്ഞ നാൾ വരെ ഞാൻ ഏത് ഉത്സവത്തിന് എവിടെ രാത്രി വിളിച്ചാലും വരെ ഇനി ഞാൻ വരത്തില്ല, ഞാൻ സ്നാനപ്പെടാൻ പോകും. ഒട്ട ബുദ്ധി പോലെ തീരുമാനം എടുക്കുന്നത്. സ്തോത്രം. അതേപോലെ തന്നെ സ്തോത്രം ഗൾഫിൽ നിന്നുള്ള ഒരു കാര്യം കേട്ടാൽ പൊന്നൂന്റെ അടുത്ത് ഫസ്റ്റ് പൊന്നൂന്റെ അടുത്ത് പറയുന്ന ആര്? അപ്പു വയ്ക്കും. ഓക്കെ പറഞ്ഞെങ്കിൽ അതുവരെ ബ്യൂട്ടീഷ്യൻ ഇടത്തില്ലെന്ന് പറഞ്ഞു. ബ്യൂട്ടീഷ്യൻ തന്നെ ദൈവം കിട്ടും. നിന്നെ ഗൾഫിലോട്ട് ബ്യൂട്ടീഷ്യനാക്കിയ വിടത്തിലെത്തും. ദൈവം വിട്ടോ. സ്വന്തം വിട്ടോ. ഞാൻ ആ പണിക്ക് എന്തായാലും വിടത്തില്ലെന്നും വേറെ പോയി പഠിക്കാൻ വിട്ടോ. അടുത്ത വിട്ടത് സ്വന്തം ഒരു ബന്ധവും ഇല്ലാത്ത കോഴ്സിലേക്ക് അടുത്തത് ഇല്ലയോ? ദൈവം വിട്ടു. സ്വന്തം. അതിന്റെ കാര്യം ഇപ്പോ എനിക്ക് തോന്നുന്നു പൊന്നു ഇറങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ വിളിയുമാണ്. സ്വന്തം ഞാൻ പോവാണ്, പ്രാർത്ഥിക്കണേ, പോവാണ്, പ്രാർത്ഥിക്കണേ. അടുത്തത് മെസ്സേജ്. സ്വന്തം ഞാൻ അവിടെ ചെന്നിട്ടുണ്ട്, ഞാൻ കയറാൻ പോവാണ്, പ്രാർത്ഥിക്കണം. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് കയറി കഴിഞ്ഞിട്ട് സ്തോത്രം അല്ലെങ്കിൽ ഇറങ്ങുമ്പോൾ ഞാൻ ഇറങ്ങുവാണ്, പ്രാർത്ഥിക്കണം. സ്തോത്രം. അവര് ദൈവത്തോടുള്ള വിശ്വാസം ഡബിളാണ്. വിശ്വാസം ഡബിളാണ്. അതേപോലെ തന്നെ പാസ്റ്ററിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന വിഷയം പറഞ്ഞാൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, എനിക്ക് മറുപടിയാണ്. സ്തോത്രം. അവർ തിരിച്ചു വരുമ്പോൾ കിട്ടിയ കാര്യം. സ്തോത്രം. ഉറങ്ങത്തൊന്നുമല്ല, അവർ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്ഡേറ്റ് ചെയ്തു. അപ്പോഴെന്ത് ചെയ്യും? നമുക്ക് മൗനമായിട്ടിരിക്കാൻ പറ്റും. നമ്മളെന്ത് ചെയ്യും? കർത്താവേ മറുപടി. സ്തോത്രം. എനിക്ക് തോന്നുന്നു അവരിറങ്ങുന്നതിന്റെ അവരുടെ അടുത്ത് പോയിട്ട് തിരിച്ചു വരുന്ന മുമ്പ് ടെൻഷൻ മൊത്തം നമുക്ക്. സ്തോത്രം. ടെൻഷൻ മൊത്തം നമുക്ക്. അവര് ഫ്രീ ആണെങ്കിൽ നമുക്ക് കാര്യം എന്തോ അവരെ ഏൽപ്പിക്കേണ്ടത് വിഷയം. ആരായിരിക്കും ചെയ്യേണ്ടത്? കർത്താവ് ചെയ്യേണ്ടത്. പ്രാർത്ഥിക്കേണ്ടത് ആരോഗ്യമല്ലേ? പ്രാർത്ഥിച്ചു. സ്തോത്രം. പാസ്റ്റർ കുടുംബം തന്നിട്ടുണ്ട്, പ്രാർത്ഥിച്ചു. നിങ്ങൾ ജോലിയെ പ്രാർത്ഥിച്ചു. നിങ്ങൾ ഉമ്മ വന്നിരിക്കേണ്ട, പ്രാർത്ഥിച്ചു. സ്തോത്രം. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചു. സ്തോത്രം. ബാക്കി അനുഭവിക്കണേ ഞങ്ങൾ തോന്നുന്നില്ല. സ്തോത്രം. അല്ലെങ്കിൽ അനുഭവിക്കാൻ നോക്കണം. സ്തോത്രം. ഇപ്പൊ പ്രാർത്ഥിച്ചു. സത്യം പറയാൻ അങ്ങനെ ചിലപ്പോൾ നമ്മൾ ഓർക്കും, ഇപ്പം ഒരു വിശ്വാസി ഓർക്കും, അയ്യോ പാസ്റ്റർ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന പാർശ്വല്ലേ പാർശ്വ. അങ്ങനെ ഒരിക്കലും ചിന്തിക്കില്ല. നിങ്ങൾ പറഞ്ഞു അതിനനുസരിച്ച് നമുക്കെന്ത് ഈ കുറ്റബോധത്തോട് നമ്മൾ പിന്നെ ഇരുന്ന് പാർശ്വം കേൾക്കും. പ്രാർത്ഥന പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക. സ്തോത്രം. പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയെല്ലാം ആർക്കും വിടുതല. ദൈവമക്കളെ ദൈവജനത്തിൽ ഒട്ടരെ പോലെ നിന്നോണം, പ്രാർത്ഥിച്ചോണം. ഒട്ടരെ പോലെ നിന്നോണം, പ്രാർത്ഥിച്ചോണം. ഒരു പൈതലിന്റെ വിഷയം നീ അറിയാം. എക്സാം ജയിക്കത്തില്ലെന്ന് പറഞ്ഞു, സ്കൂള് എഴുതിത്തള്ളി. സ്തോത്രം. പലരും എഴുതിത്തള്ളി ജയിക്കത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. അവന്റെ അമ്മയും സ്തോത്രം. അല്ലെങ്കിൽ അവന്റെ അപ്പനും കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു. അവൻ പരീക്ഷയ്ക്ക് ഇറങ്ങുന്ന മുമ്പേ പ്രാർത്ഥിക്കും. അവനെ സ്കൂളിൽ വിട്ട ഉടനെ പ്രാർത്ഥിക്കും. സ്തോത്രം. അവൻ ഇറങ്ങി വന്ന ഉടനെ ആ വിഷയം എഴുതിയ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിപ്പിക്കും. സ്തോത്രം. ഒരു ദിവസം തന്നെ 2, 3, 4, 5 കോളായി പ്രാർത്ഥന. ഈ പരീക്ഷകൾ എന്തുവാ? ഞെട്ടിക്കുന്നതനുസരിച്ച് അവന് കഴിവൊന്നുമില്ല. പക്ഷെ ആരും ഒഴിവ് കൊടുത്തു? കർത്താവ് കൊടുത്തു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ മേൽ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മേൽ ആര് മറുപടി കൊടുക്കും? കർത്താവ് മറുപടി കൊടുക്കും. സ്തോത്രം. ചുമ്മാ അല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആര് പ്രാർത്ഥിക്കുക? ആരെടുത്ത പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതങ്ങോട്ട് സ്തോത്രം പാസ്റ്ററിനെ വിളിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അവർ ഈ പ്രാർത്ഥന വരച്ചോണ്ടിരിക്കുന്ന കർത്താവ് പറയും, കുറെ നേരമായി ശല്യം വന്നത് ഇത് കൊടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ളത് ആര് തരും? നമ്മളെ യോഗ്യത ഉണ്ടാവുന്ന കർത്താവ് നമുക്ക് അനുഗ്രഹം തരുന്നതാണോ? ആണോ? നമ്മുടെ യോഗ്യത ഉണ്ടാവുന്ന ദൈവം നമുക്ക് തരുന്നത്. നമ്മുടെ യോഗ്യത ഉണ്ടാവുന്ന സമ്പത്ത് തരുന്നത്, യോഗ്യത ഉണ്ടാവുന്ന വസ്ത്രം തരുന്നത്, യോഗ്യത ഉണ്ടാവുന്ന ആഹാരം തരുന്നത്, ആരോഗ്യം, ബലം, ആയുസ് തരുന്നത് ദൈവത്തിന്റെ ദയ. ഈ ദയ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാനൊരു ഉദാഹരണം പറയാം. സ്തോത്രം. നമ്മളിപ്പോ ഒരു കടയിൽ പോയി, നമ്മളെ മോൻ പറയും, അല്ല അതൊന്നും മേടിച്ചു കയ്യില്ല,
അവന് ലജ്ജ കൂടാതെ അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമ്മളെ അലട്ടിക്കൊണ്ട്. അവന് ലജ്ജയില്ല. കാര്യം എന്തുവാ? അവൻ ചോദിക്കുന്ന അവൻ്റെ അപ്പനോടും അമ്മയോടാ, ഒന്നീ അപ്പനോടാ അല്ലെങ്കിൽ അവൻ്റെ അമ്മയോടാ. അവന് ലജ്ജയില്ല, അവൻ ചോദിക്കും. നമ്മൾ ഉടനെ ലജ്ജയില്ലാതെ പറയും തരത്തില്ല. കാര്യം നമ്മൾ മക്കളോട്, നമ്മളെ അയൽവാസികളെ മക്കളാണെങ്കിൽ നമ്മൾ പറയും, നമ്മൾ ഒറ്റൊന്ന് മേടിച്ചു കൊടുക്കും, എന്തെങ്കിലും ചെയ്യും. ഇത് ഇവനോട് നമുക്ക് പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇതേപോലെ കർത്താവിനോട് നമ്മൾ ചോദിക്കുമ്പോൾ കർത്താവിന്റെ മക്കളോ നമ്മൾ ലേറ്റോടെ കർത്താവെ സമയം ഉടനെ നമ്മൾ കുറെ കഴിഞ്ഞ ഇതേപോലെ കർത്താവ് നമുക്ക് തരുന്നത് നമ്മൾ യോഗ്യത കണ്ടിട്ടല്ല കർത്താവ് തരുന്നത്. കർത്താവ് നമുക്ക് തരുന്നത് എന്തുവാ? മക്കളെന്ന് കണ്ടത്. മക്കൾ തെറ്റിയത മാതാപിതാക്കൾ ക്ഷമിക്കും, നാട്ടുകാരെ ക്ഷമിക്കും. നാട്ടുകാരെ ക്ഷമിക്കുന്നില്ല, മാതാപിതാക്കൾ ക്ഷമിക്കും. ഇതേപോലെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്. അതിനപ്പുറമായ കർത്താവ് സ്നേഹിക്കുന്നത്, മാതാപിതാക്കൾ സ്നേഹിക്കുന്നതിന് അപ്പുറമായി ആര് സ്നേഹിക്കുന്നത്? കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മളിങ്ങനെ അലട്ടുന്ന അനുസരിച്ച് കർത്താവ് പറയും, കുറെ ആയി, ഇനി ഞാൻ കൊടുത്തേക്കാം, മേടിച്ചു കൊടുത്തേക്കാം, ഇല്ലേ? സ്തോത്രം. അതല്ലെങ്കിൽ നമ്മൾ പിന്നെ പൈസ ഒരുക്കിയിട്ട് അവന്റെ ആഗ്രഹം ഇല്ല, ഞാൻ കൊടുത്തേക്കാം. സ്തോത്രം. അവന്റെ അർഹതപ്പെടാത്ത ആഗ്രഹമായിരിക്കും എങ്കിൽ പോലും കർത്താവ് തരും. പക്ഷേ അത് കിട്ടിയിട്ട് അവൻ ഉപയോഗിക്കുന്ന രീതിയാണ് പ്രശ്നം. അത് കിട്ടിയിട്ട് അതിന് വിലയില്ലാതെ ഉപയോഗിച്ചാൽ ദൈവം സമ്പത്തില്ലാതെ ഒന്നുമില്ലാതെ സ്വന്തം ദൈവം സമ്പത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മേൽ നിഗളം വന്നു പോയാൽ ഇത് കൊടുത്തുകാരാ? കർത്താവ്. കൊടുത്തത് കർത്താവ്, എടുക്കാൻ പറ്റുന്നത് കർത്താവ്. അപ്പോഴേ അവന്റെ ഉള്ളിനകത്ത് ഒരു അഹംഭാവമോ ഒരു അഹങ്കാരമോ അവന്റെ ജീവിതത്തിനകത്ത് വന്നെങ്കിൽ സ്തോത്രം, അവൻ ഒരിക്കലും ദൈവത്തിന്റെ പരിഹാരം. എത്രയെല്ലാം നന്മ തന്നാലും നമ്മളെ താഴ്ത്തി ഏൽപ്പിച്ചു. ഈ നന്മ വരും പോവും ഇതെല്ലാം ചെയ്യും. പക്ഷെ ഒരിക്കലും നന്മയുടെയും അനുഗ്രഹത്തിന്റെ പിന്നാലെ ആര് പോകല്ലേ? നമുക്ക് അനേകം കൂട്ടുകെട്ട് വരും, അനേകം സുഹൃത്തുക്കൾ വരും, അനേകം ബന്ധുക്കൾ വരും, സ്വന്തക്കാർ വരും. നന്മയുണ്ടെങ്കിലേ സ്വന്തക്കാർ വരും. ഈ ബന്ധങ്ങൾ സ്വന്തമല്ല, നന്മയുണ്ടെങ്കിലേ വരത്തുള്ളൂ. സുഹൃത്തുക്കൾ നന്മയുണ്ടെങ്കിലേ വരത്തുള്ളൂ. സ്തോത്രം. ഇതെല്ലാം വന്നു പോയിക്കൊണ്ടിരിക്കും. പക്ഷെ കർത്താവ് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിടത്തും വീണ് പോകത്തില്ല. എവിടെയും നമ്മളെ തലയാലുക. എല്ലാവരും സാർത്ഥര അവരവരുടെ തല ഉയർത്താനേ നോക്കത്തുള്ളൂ, നമ്മളെ തല താക്കാനേ നോക്കത്തുള്ളൂ. പക്ഷെ നമ്മളെ തല ഉയർത്തുന്ന കർത്താവ്. കാര്യം കർത്താവ് കൂടെയുണ്ട്. ഇന്ന് പാടി രണ്ടാമത്തെ പാട്ടിനകത്ത് മൊത്തം അതാ പറയുന്നത്. എന്തുവാ? കർത്താവ് കൂടെയുണ്ട് എന്ന് ഞാൻ ചൊല്ലിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ കൂടെ ഇല്ലയോ? ഞാൻ നിന്റെ കൂടെ ഇല്ലയോ? ആ കർത്താവ് നമ്മളെ കൂടെ ഉള്ള കാലത്തോളം നമ്മളെ തലയെത്തിയത്തില്ല, കുരിയാൻ ആര് സമ്മതിക്കത്തില്ല. നമുക്കൊരാൾ ഒരു വില നിരക്കില്ലെന്ന് പറഞ്ഞാൽ വില ധരിക്കും കർത്താവ്. വില ധരിക്കും. അതാണ് ദൈവം. അടുത്ത വാക്യം ഒന്ന് വായിക്കാം, പെട്ടെന്ന് വായിക്കാം. നിങ്ങൾ കലഹിക്കുകയും ചണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായി കൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിൽ കണ്ടോ, നമ്മുടെ പരിപാടി കലഹിക്കുകയും ചണ്ടയിടുന്ന പരിപാടി. അതിന്റെ അടുത്ത വാക്യത്തിനകത്ത് പറയുക, നിങ്ങൾ യാചിക്കാത്തോണ്ട് ലഭിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മടുക്കാതെ യാചിച്ചു. കാര്യം പ്രാപിക്കണം നമ്മളാണ്. നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യണം? മടുക്കാതെ, മടുത്തു പോകാതെ യാചിച്ചു. യാചിച്ചാൽ ആരും മറുപടി തരും? അയ്യോ, അവിടെ പരിധിയൊന്നും വെക്കല്ലേ, അങ്ങ് യാചിച്ചോണം. ആരോടാ യാചിക്കണ്ടേ? ദൈവത്തോടാ. പ്രാർത്ഥനയോടാ യാചിക്കുന്നത്. അവിടെ മടിയൊന്നും കാണിക്കല്ലേ, അവിടെ ഫോർമാലിറ്റി ഒന്നുമില്ല. അങ്ങ് പ്രാർത്ഥനയ്ക്ക് യാചിച്ചോണം. പ്രാർത്ഥനയ്ക്ക് യാചിക്കുന്നതനുസരിച്ച് ആരും മറുപടി തരും? നമ്മൾ വേറെ കാര്യങ്ങൾക്കെല്ലാം ഒരു ലിമിറ്റ് വെക്കണം. പക്ഷെ പ്രാർത്ഥന കാര്യത്തിനകത്ത് ലിമിറ്റില്ല, ചോദിക്കുന്നതിനകത്ത് ലിമിറ്റില്ല. ആ പ്രാർത്ഥന വിഷയം നടക്കുന്നത് വരെ കിട്ടുന്നത് വരെ നീ പ്രാർത്ഥന ചോദിച്ചോ, അതിനനുസരിച്ച് ആരും മറുപടി തരും? കർത്താവ് മറുപടി തരും. അതിനകത്ത് ദൈവം പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ എത്രയെല്ലാം പ്രാർത്ഥിച്ചു, എനിക്ക് ഇത്രയെല്ലാം പ്രാർത്ഥിച്ചിട്ട് എന്റെ ജീവിതത്തിനകത്ത് എനിക്ക് മറുപടിയില്ല എന്ന് നീ കലഹിക്കുകയും ശങ്കയിട്ട നീ അവർക്ക് പ്രാപിക്കാൻ പറ്റില്ല. നീ താഴ്ത്തിക്കണം. കർത്താവേ, എനിക്ക് എന്തോ തന്നേ പറ്റത്തുള്ളൂ. എന്റെ യേശു എനിക്ക് തന്നേ പറ്റത്തുള്ളൂ. എന്റെ അവസ്ഥ മാറ്റിയേ പറ്റത്തുള്ളൂ. എനിക്ക് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല കർത്താവേ. എന്റെ ഈ തകർച്ചകൾ മാറ്റണം. പലരും എന്നെ പരിഹസിക്കുന്നു, നിന്ദിക്കുന്നു, അപമാനിക്കുന്നു. ഇതെന്റെ ജീവിതത്തിനകത്ത് മാറ്റണം. എന്റെ ദൈവത്തിന് മാത്രമേ മാറ്റുവാൻ കഴിയത്തുള്ളൂ. എന്റെ കൂടെ എന്റെ കർത്താവ് ഉണ്ടല്ലോ. എന്നെ കർത്താവ് വിളിച്ചു വേർതിരിച്ചാണല്ലോ. അപ്പൊ ഒരു യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തതല്ലയോ, എന്നെ വിളിച്ചതല്ലയോ. എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ടല്ലോ. എനിക്ക് ഇതിനകത്തൊന്ന് പുറത്തു വന്നേ പറ്റൂ. എന്റെ ലജ്ജകൂടാതെ നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? യേശുവിന്റെ സന്നിധിയിൽ ലജ്ജപ്പെടാതെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? യേശുവിന്റെ നാമം പറയുന്നത് ലജ്ജിക്കപ്പെടാതെ യേശുവിന്റെ നാമം ഇവിടെ ഉയർത്തി പറയുന്നവരാണോ? നിന്റെ
അഭിഷേകത്തിന്റെ കരം എല്ലാ അന്ധകാരങ്ങളും മാറട്ടെ, എല്ലാം